മറഞ്ഞ വഴിക്കുള്ള യാതൊരു ഗുണവും ദോഷവും ചെയ്യാൻ കഴിയില്ലെന്നും അല്ലാഹു ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സ്പഷ്ടമാക്കിയിരിക്കുന്നു. മറഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാനോ ദോഷം വരുത്തുവാനോ ഒരു സൃഷ്ടിക്കും കഴിയില്ല, അല്ലാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന് കണ്ടെത്താണ് സയ്യിദ് മൗലവി. കഴിയുമെന്ന് ഏതെങ്കിലും വസ്തുവിനെ പറ്റി ആരെങ്കിലും ധരിച്ചാൽ ആ വസ്തുവിനെ അവന്റെ ഇലാഹാക്കി എന്ന് KM മൗലവി അദ്ദേഹം എടുത്തു പറഞ്ഞു. ജിന്നാകട്ടെ, മലക്കാകട്ടെ, മരിച്ചവരാകട്ടെ, ജീവനുള്ളവരാകട്ടെ, ഹയവാനാത്താകട്ടെ, ജമാദാത്താകട്ടെ, ഏതാണെങ്കിലും ശരി, മറഞ്ഞ വഴിക്കുള്ള അധികാര ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അതിനെ ഇലാഹാക്കി. ഇത് ഈ നിലപാടിൽ നിന്ന കാലത്തോളം സിഹർ അംഗീകരിക്കാൻ പ്രയാസമുണ്ടായില്ല. അതുകൊണ്ട് KM മൗലവി സിഹറുമായി ബന്ധപ്പെട്ട് വ്യക്തമായി വിശദമായി അന്നേ രേഖപ്പെടുത്തി വെച്ചു. ഉമർ മൗലവി സിഹറുമായി ബന്ധപ്പെട്ട് വിശദമായി അദ്ദേഹത്തിന്റെ പല രചനകളിൽ അദ്ദേഹം വിശദീകരിച്ചു. ആരാ എഴുതാത്തത്? തൗഹീദുമായി ബന്ധപ്പെട്ട് പുസ്തകം രചിച്ച ആരാണ് സിഹറുമായി ബന്ധപ്പെട്ട് അതിന്റെ ശരിയായ വസ്തുത എന്ത് എന്ന് എഴുതാത്തത്? എന്നാൽ ഇതിൽ നിന്ന് വിട്ടു ആര്? അബ്ദുസ്സലാം സുലമി ആദ്യം വിട്ടു. ആദ്യം വിട്ടിട്ട് അയാൾ പറഞ്ഞു ജിന്നും മലക്കും അഭൗതികമാണ്. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ജിന്നും മലക്കും അഭൗതികാണ്. അത് പറഞ്ഞപ്പോ എന്താ പ്രശ്നം ഉണ്ടായത്? ജിന്നും മലക്കും അഭൗതികാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുരി പൊളിഞ്ഞു. 80 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു പോന്ന വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആ അടിസ്ഥാനത്തിലാണ് തകരാറ് സംഭവിക്കുന്നത്. അതോടുകൂടി KM മൗലവിയുടെ കൂടെ പഠിക്കുകയും വളരുകയും കൂട്ടുകാരായി ജീവിക്കുകയും ചെയ്ത ബഹുമാനായ PK മൂസ മൗലവി അദ്ദേഹം എഴുതി. എന്താ എഴുതിയത്? അപ്പോൾ അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആരെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായിത്തീരുന്നു. അഭൗതിക വഴിക്ക് ഗുണം ചെയ്യാനും ദോഷം വരുത്താനും ആരെങ്കിലും ഏതെങ്കിലും വിധേന കഴിയുമെന്ന് വല്ലവനും വിചാരിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അപ്പൊ അഭൗതികമായി ഗുണം ചെയ്യാൻ ദോഷം വരുത്താനും അല്ലാഹ്ക്ക് മാത്രമേ കഴിയാൻ വകുപ്പുള്ളൂ, റബ്ബ് മാത്രമേ ചെയ്യുന്നവരുള്ളൂ എന്ന കാര്യം തീർച്ചയാണ്. പക്ഷെ ഇതിൽ നിന്ന് അബ്ദുസ്സലാം സുലമി വിട്ടപ്പോ അയാൾക്ക് എഴുതേണ്ടി വന്നു ജിന്നും മലക്ക് അഭൗതിക എന്ന് പറഞ്ഞതോടുകൂടി ജിന്നും മലക്ക് നമ്മളെ സഹായിക്കൂല, ജിന്നും മലക്ക് ഉപദ്രവിക്കൂല എന്ന് എഴുതേണ്ടി വന്നു. അബ്ദുസ്സലാം സുലമിയുടെ തൗഹീദ് എന്ന യാഥാസ്ഥിതിക വ്യതിയാനം എന്ന പുസ്തകത്തിന്റെ 11ാമത്തെ പേജ് അഥവാ 1ാമത്തെ അധ്യായം. എന്താ ഹെഡിങ്? അദൃശ്യം, അഭൗതികം, വ്യതിയാനം. ഇത്രയും കാലം പറഞ്ഞ അദൃശ്യം അഭൗതികമെന്ന ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന്, ഈ ഒരു വസ്തുതയിൽ നിന്ന് അയാൾ വ്യതിചലിക്കുന്നു. ഇന്നലെ അയാൾ ഇങ്ങോട്ട് ആലോചിക്കുക, നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. ഇതിൽ 1ാമത്തെ പാരഗ്രാഫിൽ സലാം സുലമി പറഞ്ഞു മലക്ക് അദൃശ്യവും അഭൗതികമായ മാർഗത്തിലൂടെ അല്ലാഹുവിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ശരിയാ. ഈ വിശ്വാസം ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗമാണ്. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. എങ്ങനെ? മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു, കുഫ്ർ വന്നു. എന്താ കാരണം പറഞ്ഞത്? അഭൗതികമായി റബ്ബെ സഹായിക്കുള്ളൂ. അത് ശരിയാ. പക്ഷെ ഇത് അഭൗതികാണ്, അയാളുണ്ടാക്കിയ അസുര. അവിടെയാണ് വിവാദങ്ങളുടെ തുടക്കം. ഇതിലേക്ക് എത്തിയപ്പോ ചോദ്യമുണ്ടായി അദ്ദേഹത്തോട്, എന്നാ പിന്നെ എങ്ങനെ സിഹിറുണ്ട് പറയാം, എങ്ങനെ കണ്ണേറുണ്ടെന്ന് പറയാം, എങ്ങനെ ജിന്നുബാധുണ്ടെന്ന് പറയാം, എങ്ങനെ വസ്വാസ് ഉണ്ടെന്ന് പറയാം, എങ്ങനെ ശൈത്താനെ പേടിക്കാം? ചോദ്യങ്ങൾ വന്നപ്പോൾ സലാം സലീം പറഞ്ഞാ പിന്നെ അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഹദീസുണ്ടല്ലോ ബുഖാരിയില്, ഹദീസുണ്ടല്ലോ മുസ്ലിമില്, മൂപ്പര് പറഞ്ഞു എല്ലാം ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കി നോക്കുമ്പോ അയാൾ പറഞ്ഞു 60 ഹദീസ് ഞാൻ ഒഴിവാക്കി, എന്നെ കൂടെ അത്രേ പറ്റുള്ളൂ അർത്ഥം. അപ്പൊ അയാൾക്ക് കഴിയാത്തത് ബാക്കി മറ്റൊരു സുല്ലം ഏറ്റെടുത്തു. കുഴിപ്പുറം സുല്ലമി അയാൾ പറഞ്ഞു 60 ഒന്നല്ല 110 ഹദീസിന് കുഴപ്പമുണ്ട്, 110 ഹദീസിന് കുഴപ്പമുണ്ട്. അതിന്റെ ഫലമായി
പുതിയ മാനദണ്ഡം വന്നു ഹദീസ് സ്വീകരിക്കാൻ. KM മൗലവി സ്വീകരിച്ചിട്ടില്ലാത്ത, ഉമർ മൗലവി അംഗീകരിച്ചിട്ടില്ലാത്ത, സെയ്ദ് മൗലവിക്ക് പരിചയമില്ലാത്ത, KP മുഹമ്മദ് മൗലവിക്ക് പരിചയമില്ലാത്ത, ഹദീസ് രംഗത്ത് ഏറ്റവും വലിയ നിറകുടമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മൗലവിക്ക് പരിചയമില്ലാത്ത, അവരാരും മനസ്സിലാക്കിയതും പഠിച്ചതും പഠിപ്പിച്ചതുമല്ലാത്ത ഒരു പുതിയ അസ്ല് കൊണ്ടുവന്നു. ബുദ്ധിക്കെതിരാണോ തള്ളണം, ഖുർആനെതിരാണോ തള്ളണം, ഖബർ ആഹാദാണോ സ്വീകരിക്കാൻ പറ്റില്ല, മുതവാത്തിർ മാത്രമേ വിശ്വാസത്തിന് പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോഴോ ദജ്ജാൽ ഔട്ടായി, ദജ്ജാലില്ല. സലാം സലം ഈ ബുക്കിൽ എഴുതി, ബുഖാരി പരിഭാഷ എഴുതി, ദജ്ജാലുമായി ബന്ധപ്പെട്ട് അയാൾ എഴുതി എന്താ, അത് അവസാന കാലത്ത് വരാനുള്ള ഒന്നൊന്നല്ല ദജ്ജാല്. എന്താ മുമ്പ് തെളിവെന്നറിയോ? കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ ഉമ്മത്തിനെ ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിലുണ്ട്. അപ്പോഴാ മൂപ്പരെ ബുദ്ധി വർക്ക് ചെയ്തത്. മൂപ്പർ ആലോചിച്ചു, അവസാന കാലത്ത് വരാനുള്ളതാണെങ്കിൽ എന്തിനാ ഇപ്പൊ നൂഹ് നബി ബേജാറാക്കുന്നത് സമൂഹത്തിന്? എന്തിനാ കഴിഞ്ഞ കാല അമ്പിയാക്കന്മാർ താക്കീത് ചെയ്യുന്നത്? അപ്പൊ ഇത് അന്ന് വരാനുള്ളതല്ല, പിന്നെ ഇത് ജനങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പണ്ഡിതന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കും എല്ലാം പറയുന്ന പേരാ ദജ്ജാല്. അതിനിപ്പോ എന്തേ മൂപ്പർ പറയാനുള്ള പ്രചോദനം നമുക്കറിയില്ല. അപ്പൊ മൂപ്പരുടെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ദജ്ജാല് ഒറ്റക്കണ്ണനാണ്, ഹദീസിലുണ്ടല്ലോ, ഒറ്റക്കണ്ണനാ ദജ്ജാല്. അങ്ങനെ ഉണ്ട്. എന്നിട്ടിപ്പോ എന്താ ചെയ്യാ? അവൻ മൂപ്പര് വ്യാഖ്യാനം, ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞാൽ വിഷയത്തിന്റെ ഒരു വശം മാത്രം അവതരിപ്പിക്കുന്നവൻ എന്നാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചൊപ്പിച്ചു. പല ആയത്തുകളെയും ദുർവ്യാഖ്യാനിച്ചു, പല ഹദീസുകളെയും ചവിട്ടി മരിച്ചു. ഹദീസുകളെ പുച്ഛം തന്നെ ഈ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചു. വിശിഷ്യ മുജാഹിദായി സമൂഹത്തിന് പ്രവർത്തിച്ചിരുന്ന ധാരാളം ആളുകൾക്ക് ആ പുതിയ ചിന്താധാര ഇയാൾ പകർന്നു കൊടുത്തു. അങ്ങനെ ഹദീസ് എന്ന് കേട്ട തന്നെ പുച്ഛം, ഹദീസല്ലേ അതവിടെ കേട്ട്, ഖുർആനുണ്ടോ ആയത്തുണ്ടോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അതിന്റെ സ്വാധീനം പലരിലും ഉണ്ടായി. ഖുർആൻ പരിഭാഷ പതിറ്റാണ്ടുകളായി KNM പ്രസിദ്ധീകരിച്ച് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഹദീസിന്റെ ആധികാരിക പരിഭാഷ ഇന്നേ വരെ ഉണ്ടായില്ല. നൂറ്റാണ്ട് തികയാൻ പോകുന്നു, പക്ഷേ ഒരു ഹദീസ് പരിഭാഷ എന്തേ KNM ഇറക്കാൻ ധൈര്യമുണ്ടായില്ല. പലരും ആവശ്യപ്പെട്ടുവല്ലോ എഴുതിത്തരാമെന്ന് പോലും ബഹുമാനായ അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂര് KNMനോട് AP അബ്ദുൽ ഖാദിർ മൗലവിയോട് പോലും പറഞ്ഞിട്ട് എന്തേ വെളിച്ചം കാണാതെ പോയത്? ഹദീസിൽ കേട്ട APക്കും വല്ലാണ്ട് ദഹിക്കണില്ല എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തേ ഇറങ്ങണ്ടേ? ഇൻഷാ അല്ലാഹ് അന്ന് KNM ചെയ്തിട്ടില്ലാത്ത, KJ ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത ആ ദൗത്യം ഇൻഷാ അല്ലാഹ് സാധുക്കളായി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദീസുകൾ ജനങ്ങൾ പഠിക്കട്ടെ. ശരിയായ വ്യാഖ്യാനം ഉൾക്കൊള്ളുന്ന നല്ല ഹദീസ് ഗ്രന്ഥങ്ങൾ, നല്ല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, നല്ല പരിഭാഷകൾ അറബി ലോകത്ത് നിന്ന് മലയാളത്തിലേക്ക് ഇറങ്ങേണ്ടുന്ന നല്ല നല്ല സലഫി അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ എല്ലാം ഇറങ്ങും. എത്രപ്പോഴും മറ്റൊന്ന് നയിക്കാക്കിയതുകൊണ്ട് ജമിയത്തിന് മേലെ പണി മുടങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ആ പണി ഇവിടെ നടക്കണം. 2012 ഫെബ്രുവരിയിലാണ് മാസാന്ത പണ്ഡിത ദൗറ ഇവർ നിർത്തിവെപ്പിച്ചത്. 2012 ഫെബ്രുവരിയിൽ, അഥവാ 17 മാസമായി ദൗറയില്ല. മാസാമാസം നടക്കുന്ന വൈജ്ഞാനിക ചർച്ചകൾ നിർത്തിവെപ്പിച്ചു. പക്ഷേ ദൗറ നിന്നിട്ടില്ല. ജാമിഅ അൽ ഹിന്ദിൽ ആ ദൗറ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ഈ ദൗറയിൽ പങ്കെടുത്തവരാരാണോ ആ പങ്കെടുത്ത ടീമിൽ ഈ മൂവർ സംഘമല്ലാത്ത ബാക്കി എല്ലാവരും ആ ദൗറയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദൗറയിൽ വന്ന കൂട്ടത്തിൽ മൂവർ സംഘം കണ്ട് പോലും വരില്ല, ഒലിച്ചിട്ട് വരും വേണ്ട വഴിക്ക്. ബാക്കി എല്ലാവരും അവിടെയുണ്ട്. മാസാമാസം മുടങ്ങാതെ ദൗറ നടക്കുന്നു. അന്ന് KJ പ്ലാൻ ചെയ്തതാണ് 10 ദാഴിമാരെ തിരഞ്ഞെടുത്ത് അവരെ നാം വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകമായി മാറ്റിയിരുത്തി അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാ കിതാബും ലഭ്യമാക്കി വിഷയങ്ങൾ അവർ പഠിച്ച് ആ വിഷയത്തിന്റെ യാഥാർത്ഥ്യം അവർ പറഞ്ഞു തരട്ടെ, നമുക്ക് അംഗീകരിക്കാമല്ലോ. എന്തേ വെളിച്ചം കാണാതെ പോയത്? അന്ന് 9 ആളെ തിരഞ്ഞെടുത്തു ആ ദൗത്യത്തിന് വേണ്ടി. 9 ആൾക്ക് ശമ്പളം നിശ്ചയിച്ചു. പക്ഷേ എല്ലാം കഴിഞ്ഞ അവസാന ഘട്ടത്തിൽ പാസ്സാകുമെന്ന് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, എന്തിനാ അതൊക്കെ, ഞങ്ങളൊക്കെ പണ്ട് പ്രസംഗിച്ചത് ഇങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നല്ല, അത് നമ്മുടെ ആവശ്യമില്ല, അവർ നിർത്തിവെക്കണം. അന്ന് നിർത്തിവെച്ചതാ, പിന്നുണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതും ഉണ്ടാകാൻ പോകുന്നു. KJ എന്ന പേരിൽ തൽക്കാലം എത്രപ്പോഴും പലരും കൈയടക്കി വെച്ചെങ്കിലും ഇൻഷാ അല്ലാഹ് പണ്ഡിത കൂട്ടായ്മകൾ
മുറതോട് പ്രതിപത്തിയുള്ള നല്ല പണ്ഡിതന്മാരുടെ കൈകളാൽ തന്നെ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മുന്നോട്ട് പോകും. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. 15 അംഗ ഒരു നേതൃത്വം, KJU-വിൽ മെമ്പർഷിപ്പുള്ള 15 ആള്, പുറത്തുനിന്നാരുമില്ല. ശരിയായ KJU-വിൽ മെമ്പർഷിപ്പുള്ള അതിന്റെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന 15 പേർ അടങ്ങുന്ന നേതൃത്വം അതിലുണ്ടായിട്ടുണ്ട്. അബ്ദുൽ ഹഖ് സുല്ലമിയുണ്ട്, അബ്ദുൽ ജബ്ബാർ മൗലവിയുണ്ട്, അതേപോലെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനയുണ്ട്, യാസിർ ബിൻ ഹംസയുണ്ട്, സുഹൈർ ചുങ്കത്രയുണ്ട്, സക്കരിയ സലാഹിയുണ്ട്, ഹംസ മദീനയുണ്ട്, അബൂബക്കർ സലഫിയുണ്ട്, ഷമീർ മദീനയുണ്ട് തുടങ്ങിയ നല്ല ലക്ഷണമൊത്ത കിതാബ് തെളിയുന്ന 15 ആളുടെ കീഴിൽ ഇൻഷാ അല്ലാഹ് ആ KJU നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിപ്പോ എത്ര പേട് തിരിച്ച് അവിടെ നിങ്ങോട്ട് വരും ഓട്ടോമാറ്റിക്കലി ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ അടിക്കുന്നില്ല, എത്ര പേട് ഒരൊറ്റ ലീഫും കൂടി അടിക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് അത് തിരിച്ചു കിട്ടും, ആ സീന് തിരിച്ചു കിട്ടും. അന്നത്തെ KJU-വിൽ 200 മെമ്പർമാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് 150 മെമ്പർമാരും ആ KJU-വിന്റെ പേരിൽ ഇപ്പോഴും നമ്മളൊപ്പുണ്ട്. 200 150 പേരുണ്ട്. പിന്നെ എന്തിനാ വേജാറാകുന്നത്? എത്ര പേട് ആരെങ്കിലും കൊണ്ടായിക്കോട്ടെ, നമുക്കെന്താ? എത്ര പേടില്ലാച്ച സംഗതി ഇറക്കൂലേ? ഇൻഷാ അല്ലാഹ് എല്ലാം വളരെ വ്യവസ്ഥാപിതമായി ആര് മുടക്കിയാലും അള്ളാന്റെ ദീനുമായി ബന്ധ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ പോണില്ല. ഇൻഷാ അല്ലാഹ് 10 ദാഴിമാരെ നമ്മൾ ദത്തെടുക്കാൻ പോവുക. ഒരു വിഷയങ്ങൾ പഠിക്കട്ടെ. ഏത് വിഷയത്തിലും നമുക്ക് ക്ലിയർ ആവാനുണ്ടോ, നമുക്ക് പഠിക്കാനുണ്ടോ, ഇനിയും നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളുണ്ടോ, എല്ലാം ഒരു പഠിച്ച് റിസൾട്ട് തന്ന് ആ റിസൾട്ട് പ്രകാരം എന്താണോ ദീനിന്റെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പ്രകാരം മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളൊക്കെ തീരുമാനം. നമ്മളെ അബദ്ധമുണ്ടോ തിരുത്തണം, പോരായ്മയുണ്ടോ തിരുത്തണം, ഏത് വിഷയത്തിലും കൂടുതൽ പഠനം ആവശ്യമുണ്ടോ പഠിക്കണം. മുൻധാരണകളില്ലാതെ പഠിച്ച് അതിന് ശരിയായ റൂട്ടെന്തോ ആ റൂട്ടിൽ നിൽക്കാൻ തന്നെയാണ് നമ്മളൊക്കെ ഈ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം സൂചിപ്പിച്ചത് KJU-വും KNM-ഉം പ്രഖ്യാപിച്ച് സ്വീകരിച്ച ആ ആദർശപാതയിൽ നിന്ന് സലാം സലമി പോയി പുതിയ വാദവുമായി വന്നു. അപ്പോൾ പല ഹദീസും ഔട്ടായി. ഹദീസ് രംഗത്ത് പുതിയ മാനദണ്ഡങ്ങൾ വന്നു. മുസ്ലിം ഉമ്മത്തിന് പരിചയമില്ലാത്ത, അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത പുതിയ മാനദണ്ഡങ്ങൾ വന്നു. അതുപ്രകാരം പല ഹദീസുകളെയും ചവിട്ടിമരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്ന് KNM-ന്റെ പ്രബോധകന്മാരും പ്രവർത്തകന്മാരും രംഗത്തിറങ്ങിയിട്ട് മടവൂരികൾക്കെതിരെ സർവ്വവിധ പ്രയാസവും ത്യാഗവും സഹിച്ചുകൊണ്ട് താഴ്വാരംഗത്തിറങ്ങിയത്. സൂചിപ്പിച്ച പോലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നവർ, പാപ്പയും മക്കളും 2 തട്ടിലായവർ, എല്ലാം ഉണ്ട്. എന്നിട്ടും പറയാൻ ഇറങ്ങി തിരിച്ചത് ആദർശത്തിന്റെ പേരിലാണ്. അന്നല്ലേ അനസ് മൗലവിയും ഹനീഫ് കായക്കൊടിയും ഒക്കെ അതിരൂക്ഷമായി ഈ വിഷയത്തിൽ അവർക്കെതിരെ മറുപടിയുമായി ഇറങ്ങിയത്. മടവൂരികൾ കൊണ്ടുവന്നു യാ ഇബാദുള്ള വിഷയം, മടവൂരികൾ കൊണ്ടുവന്നു അൽ ഇസ്ലാഹ് 2007 വന്ന ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇതാ ജിന്നിനോട് തേടാമെന്നാ പറയുന്നത്, ജിന്നിനെ വിളിക്കാമെന്നാ പറയുന്നത് എന്ന് പറഞ്ഞ നാട് മുഴുവൻ അലിമദനിയും കരിമ്പിലാക്കലും അടക്കമുള്ള പ്രഭാഷകന്മാർ ഊര് ചുറ്റിയപ്പോൾ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടവർ ഞങ്ങളാരുമായിരുന്നില്ല, അനസ് മൗലവിയും ഹനീഫ് കായക്കുടിയും ഒക്കെ ആയിരുന്നുവല്ലോ. അവരെ പിന്നാലെ നടന്നു, അവരെവിടേക്ക് പോകുന്നു അവിടെയെല്ലാം ചെന്നു, അവരുമായി മറുപടികൾ നടത്തി, ഖണ്ഡനങ്ങൾ നടത്തി, മുഖാമുഖങ്ങൾ നടത്തി. അങ്ങനെ മടവൂരികൾക്ക് മനസ്സിലായി ഈ പണി പറ്റൂല, തൽക്കാലം ഓല് മാളത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. ആരാണോ പിന്നെ കൂടിയത് അവനെ സോപ്പിട്ട് പിടിച്ചു. സാധാരണ വലിയ കമ്പനികൾക്ക് പണിയുണ്ട്. ഈ കൊക്കക്കോള പോലെ കമ്പനികളൊക്കെ അവിടെ വെള്ളമൂറ്റാൻ പാടില്ല എന്നിട്ട് സമരം കാണാൻ ഇടയ്ക്ക് പേപ്പറിൽ ഭയങ്കര സമരം. നമ്മൾ കമ്പനി ഇപ്പൊ പൂട്ടുന്നു, ഭയങ്കര സമരം, നിരാഹാര മനസ്സിലാകാരം എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാണാണ്ട് നേരില്ലാതെ. എന്താണെന്നറിയോ, സമരം സംഘടിപ്പിക്കുന്ന ആലോചിച്ച് ഓനണ്ട് പിടിക്കും കമ്പനിക്കാര്. ഓൻ എന്താ ആവശ്യം അതാണ് കൊടുക്കും. എനിക്കെന്തല്ലേ ആവശ്യമുള്ളൂ എന്നാ കൊണ്ടേക്കോ അതാണ് കൊടുക്കുമ്പോ പിന്നെ ഓന് പിന്നെ ന്യായം കണ്ടെത്തും. അല്ല ഓലിപ്പോ ഏതായാലും നമ്മളെ നാട്ടിൽ വന്ന് ഭൂമി പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അവിടെ കണ്ണുത്തിയതല്ലേ, അവിടുന്ന് പോലും വെള്ളം കോരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പൊ ഈ സമരം ശരിയല്ല, ഓടൊഴിഞ്ഞു. ഇവങ്ങനെ ദിമുണ്ടാക്കുന്നത് കാണുമ്പോ കുറച്ച് കഴിയുമ്പോ വേറെ ഇറങ്ങും കൊക്കക്കോളക്കെതിരെ. അപ്പൊ കമ്പനിക്കാര് പിന്നെ ഓനെ പോയി പിടിക്കും. ആ പണിയാ മടവൂരികൾ പിന്നെ ചെയ്തത്. ആരാണോ മുമ്പിലേക്ക് നിൽക്കുന്നത് അവനെ തന്നെ പിടികൂടിയിട്ട് സാക്ഷാൽ മടവൂരി ആദർശം തലക്ക് കയറ്റി കൊടുത്തിട്ട് അവനെ ഉപയോഗിച്ച് മടവൂരിസം പ്രചരിപ്പിക്കാനാ ഒരു ശ്രമിച്ചത്. അതിന് ഈ 3 ആള് പെട്ടുപോയി. ബാക്കിയുള്ളവർ സംഗതി തിരിച്ചറിഞ്ഞു.
ഇവര് മൂന്നാൾ പെട്ടുപോയി മാത്രം. അല്ലെങ്കിൽ എത്ര രൂക്ഷമായിട്ടാന്ന് പറഞ്ഞത്. എത്ര പറഞ്ഞല്ലോ, നന്ദി പള്ളിന് മുമ്പിൽ പോയിട്ട് അമ്പലക്കടവ് ഫൈസിയും മടവൂരികളും ഒന്നിച്ച് ഈ വിഷയത്തിൽ ഒരേ സ്വരത്തിൽ ഇവിടെ പ്രസംഗം നടത്തിയപ്പോൾ മറുപടി പറഞ്ഞപ്പോൾ അനീഫ് കായ്ക്കുടി പറഞ്ഞത്, ഇതാ ഈ ഇസ്ലാഹി മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കല്ലെന്ന് ഇസ്ലാഹികൾ ആരെങ്കിലും ജിന്നിനെ വിളിക്കാമെന്ന് വാദിക്കുന്നവരായി പറയുന്നവരായി ഒരൊറ്റ പരാമർശം, ഒരൊറ്റ വരി നിങ്ങൾ കാണിച്ചാൽ മതി, ഞങ്ങൾ ഈ പള്ളി പൂട്ടിയിട്ട് ചാവി അങ്ങോട്ട് തരുന്ന. കേട്ടോ നിങ്ങൾ, അന്ന് ഹനീഫ് കായ്ക്കുടി പറഞ്ഞ അയാളുടെ ആ ഒരു പ്രഖ്യാപനം നമ്മൾ അവിടുന്ന് തുടങ്ങുക. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നവിടെ പോലീസുകാരുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജ് കൊണ്ടുവന്നേരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാതെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലെ ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവര് പറഞ്ഞപ്പോ സലാസുല്ലമീൻ വിചാരിച്ചുണ്ട് എന്ന്. എന്തേ അതിനുശേഷം ഹനീഫ് കായ്ക്കുടി പിന്നെ ആ വഴിക്ക് പോകാത്തത്? താക്കോല് മാത്രമല്ല, പള്ളി തന്നെ അവിടെ ആദർശത്തിലേക്ക് വെച്ചു കൊടുത്തതല്ലേ നമ്മൾ പിന്നെ കണ്ടത്. എന്തേ അന്ന് ഇയാൾ പറഞ്ഞത്? അങ്ങനെ ധൈര്യമായി നമുക്ക് പറയാം, കാരണം നമ്മളെവിടെയും അത് പറഞ്ഞിട്ടില്ല, നമ്മളെവിടെയും എഴുതിയിട്ടില്ല. അത് ധൈര്യമായി നമുക്ക് പറയാം, നിങ്ങൾ കാണിക്കൂ, പള്ളി പൂട്ടി ചാവി തരാം. ഇത് പ്രസംഗിച്ചതിന് ശേഷം ഒറ്റ കൊല്ലത്തിനിടയിൽ പിന്നെ എവിടെയാണ് കായക്കൊടി പുതിയതായി ആരെങ്കിലും എഴുതിയത്? ഇപ്പോഴും കായക്കൊടിക്കേടാ വായിക്കാനുള്ളത് 2007 ഇസ്ലാഹി. ഇത് പറയുമ്പോ ഇസ്ലാഹില്ലേ? ആ ലേഖനം വന്നിട്ടില്ലേ? യാണിബാദത്തുള്ള ചർച്ചയില്ലേ? മടപൂരികളുമായി ഖണ്ഡനം നടക്കുന്നില്ലേ? എന്നിട്ടും നമ്മളെവിടെയും പറഞ്ഞിട്ടില്ല. ധൈര്യമായി നമുക്ക് വെല്ലുവിളിക്കാമെന്ന് പറഞ്ഞ ആൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എവിടെയാ പുതിയത് കിട്ടിയത്? കായക്കൊടി പറയണം, കഴിഞ്ഞ മുഖാമുഖത്തിൽ ഞങ്ങളെ ക്ലിപ്പിട്ട് ചോദിച്ചിരുന്നു, മിണ്ടിയിട്ടില്ല, കേട്ടിട്ടില്ല, അല്ല കേട്ടതായി നടിച്ചിട്ടില്ല. അതുകൊണ്ട് പറയണം, പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ പ്രോഗ്രാമിൽ ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് കായക്കൊടിയോട്. ഒന്നാമത്തെ ചോദ്യം ഇത് തന്നെയാണ്. എന്ത് നിങ്ങൾ അന്ന് വെല്ലുവിളിച്ചുവല്ലോ, അതിനുശേഷം ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ജിന്നിനോട് തേടാമെന്ന വാദം ജബ്ബാർ മൗലവിക്കുണ്ടെന്ന് പറയുന്നു. എങ്കിൽ എന്ന് എവിടെയാണ് അബദ്ധം പറ്റിയത്? താങ്കൾ അന്ന് പറഞ്ഞ വെല്ലുവിളി മനസ്സറിയാതെ കുബൂരികളെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നുവോ? അതല്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കാപ്പറ്റ്യമാണോ? രണ്ടാലൊന്ന് കാപ്പറ്റ്യമാകണ്ടേ? രണ്ടാലൊന്ന് കാപ്പറ്റ്യം. ഇസ്ലാഹാണോ കുഴപ്പം? എങ്കിൽ നിങ്ങൾ ഈ വെല്ലുവിളി കാപ്പറ്റ്യമായിരുന്നു. അല്ല അതിന് പ്രശ്നമില്ല എന്നാണോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കാപ്പറ്റ്യമാണ്. ഏതാ വസ്തുത, ഏതാ ശരി പറയേണ്ടതുണ്ട്. അത് പറയണം. ഇനി നിങ്ങൾ വരണം, വരാതിരിക്കരുത്. വന്നിട്ട് നിങ്ങൾ പറയണം, ഇതാ ഒന്നാമത്തെ ചോദ്യത്തിന് എന്റെ ഒന്നാമത്തെ മറുപടി എന്ന് പറഞ്ഞ ഹനീഫ് കാ താങ്കൾ പറയണം. പറയാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഹനീഫ് കായ്ക്കുടിക്ക് പറയാൻ കഴിഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു, അവിടുന്ന് വിട്ടുപോയി, അവിടുന്ന് വഴിമാറിപ്പോയി. അത് പറയാനാവില്ല. ഇപ്പൊ ഖുറാഫയെ തെരഞ്ഞെടുക്കുക മൂപ്പരെ. ചാവിയൊന്നും വേണമെന്നില്ല, എന്നാലും ഒരു കയ്യെങ്കിലും കൊടുക്കാലോ എന്ന പോലെ തോപ്പ്. ചാവി ഇപ്പൊ വേണ്ട. കാരണം എന്താ? ഞങ്ങൾ പറഞ്ഞിടത്ത് നിങ്ങൾ എത്തിയില്ലേ, അപ്പൊ നീ ചാവി വേണമെന്നില്ല. നീ വേണമെങ്കിൽ പല സ്ഥലത്തും നിങ്ങളെ മടവൂരും സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനം ഓരി വെച്ച പോലെ നമുക്ക് നന്ദിയിൽ വേണമെങ്കിൽ ഓരിയേക്കാനാ ഇപ്പൊ അമ്പലക്കടവിനൊക്കെ നയണ്ടാവുക. അപ്പൊ അങ്ങനെയാണല്ലോ. അങ്ങനെയാ പല പള്ളിക്കും ഇപ്പൊ സൗഹാർദ്ദമായി തുടങ്ങി. 10 കൊല്ലം കേസ് കൊടുത്ത് ലക്ഷങ്ങൾ കേസ് ചെലവഴിച്ച ചെർപ്പുളശ്ശേരി പള്ളിയിൽ എന്തേ ഇന്നലെ വെള്ളിയാഴ്ച അത്ഭുതം സംഭവിച്ചത്?
എന്തേ അത്ഭുതം സംഭവിച്ചു? 10 കൊല്ലം കേസുമായി നടന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് അതിന്റെ പേരിൽ പ്രവർത്തകന്മാർ 2 ചേരിയായി നിന്ന് അവസാനം കേസ് വിധിയായി വന്നിട്ടും KNM അനുകൂലമായി വിധി വന്നിട്ടും മടവൂര് കളയില്ലെന്ന് അത് വാങ്ങാൻ പോലും ശേഷിയില്ലാതിരുന്ന ആളുകൾ എന്ത് ഇപ്പൊ മാറി? ഇപ്പൊ ആരാ? ഇന്നലെ ഖതീബ് ഉണ്ണിൻകുട്ടി മൗലവി. എവിടെ ചോറ്? മടവൂരി സെക്രട്ടറിന്റെ വീട്ടില്. അവിടെ ചോറ് കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല, ചോറ് അവിടുന്ന് കഴിക്ക. പക്ഷെ എന്തേ 10 കൊല്ലം പറ്റാത്ത ചോറ് ഇപ്പൊ പറ്റി? അതിന്റെ ഉത്തരമാണ് കിട്ടേണ്ടത്. അതിന് ഉത്തരവാ കിട്ടേണ്ടത്. എങ്കിൽ അമ്പലക്കർ പറയുന്നു, കായക്കൂടി എന്റെ അഭിപ്രായം ജിന്നും മലക്കും മഹാന്മാരും അഭൗതികം. താങ്കളുടെ അഭിപ്രായം ജിന്നും മലക്കും അഭൗതികം. എന്റെ അഭിപ്രായം മഹാന്മാരും ജിന്നും മലക്കും ദുആ കേൾക്കും. താങ്കളുടെ അഭിപ്രായം ജിന്നും മലക്കും ദുആ കേൾക്കും. എന്റെ അഭിപ്രായം ജിന്നും മലക്കും മഹാന്മാരും ദുആക്ക് ഉത്തരം ചെയ്യും. താങ്കളുടെ അഭിപ്രായം ജിന്നും മലക്കും ദുആക്ക് ഉത്തരം ചെയ്യും. ഇത്രയല്ലേ ഇനി പ്രശ്നമുള്ളൂ? മഹാന്മാരല്ലേ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഖതീബായിക്കോളി, ഞാൻ വേണേ ഇമാമായിക്കോളാം. അല്ലെങ്കിൽ ഞാൻ ഖതീബാകാ, നിങ്ങൾ മുഖ്യനായിക്കോളി. ഞാൻ പ്രസിഡന്റ് ആവാ, നിങ്ങൾ സെക്രട്ടറി ആയിക്കോളി. അത് പറയാൻ വേണ്ടി അമ്പലക്കടവ് കായക്കുടിയെ തെരഞ്ഞു നടക്കുന്നുണ്ട്. ചാവി കൊടുക്കാനല്ല, ചാവി വാങ്ങാനല്ല, ചാവിന്റെ ഒരു ആവശ്യമില്ല. കാരണം പള്ളിന്റെ ഓൽഡായി കഴിഞ്ഞു. പൂട്ടാതെ തന്നെ, പൂട്ടി ചാവി കൊടുക്കാതെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ആ പള്ളി ഉണ്ടാക്കിയത്, ആ ആദർശത്തിന് നേരെ അതിന്റെ കവാടങ്ങൾ കൊട്ടിയടച്ചു കഴിഞ്ഞു. ഇതിലെന്താ പറഞ്ഞിരുന്നത്? നന്ദിക്ക് പോകാൻ ധൈര്യമില്ല, സക്കരിയ സ്വലാഹി പോയില്ല എന്നാ പറഞ്ഞിരുന്നത്. അതും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചു കൊടുത്തു. സക്കരിയ സ്വലാഹി ചെന്നു, ജബ്ബാർ മൗലവി ചെന്നു, ഞാനും ചെന്നു. ഇതാ ജബ്ബാർ മൗലവിയുടെ ഉണ്ട്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. സക്കരിയ സ്വലാഹി ഉണ്ട്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. നന്ദി ദാറുസ്സലാമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പരിധിയിൽ ചെന്ന് മുഖാമുഖം നടത്തി ആ കോളേജിലെ കുട്ടികൾക്ക് ഔദ്യോഗികമായി ആദ്യം തന്നെ കത്തും കൊടുത്ത് നിങ്ങൾ ചോദിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് ഒരു വന്നില്ല. ഓൽക്കറിയാ ഇത് അനീഫ് കായക്കൂടല്ല, ഇത് മുജാഹിദീങ്ങളാണ് എന്ന് ഓൽക്കറിയാം. ഓരാ വഴിക്ക് വന്നില്ല, ആ വഴിക്കൊരു വന്നില്ല. എന്നാ കായക്കൂട് ചെല്ലട്ടെ. ഇനി ധൈര്യമുണ്ടോ? പുളിക്കല് വന്നതുപോലെ നന്ദിയിൽ വീണ്ടും ചെന്ന് അനീഫ് കായക്കൂടി മനസ്മൂലിയും ചെന്നിട്ട് ഇതേ വിഷയത്തില്, പ്രാർത്ഥന തൗഹീദ് എന്ന വിഷയത്തില് ഒരു മുഖാമുഖം നടത്തി. നന്ദിയിലെ കുട്ടികൾ വന്നോട്ടെ, അവര് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കാൻ അനീഫ് കായക്കൂടി താങ്കൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല എന്ന് ഉറപ്പായക്ക്. അത് നന്ദിനല്ല, എവിടെയും നിൽക്കാൻ ധൈര്യമില്ലല്ലോ. പുളിക്കൽ നിന്നോക്കി അതിന്റെ കഥ നമ്മൾ കാണും ചെയ്തു. ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ കാണിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇവിടെ യഥാർത്ഥത്തില് ഈ 100 കൊല്ലം നമ്മൾ കൊണ്ടുവന്ന തൗഹീദ് അതിനെ പൊളിക്കുന്നത് കണ്ടുവെച്ചു. സംഗതി വ്യതിയാനം മൂപ്പർക്ക്. മഞ്ഞപ്പിത്തം പിടിച്ചവന് എല്ലാം മഞ്ഞയായി കാണുന്നാണല്ലോ ആ പണി ആ മൂപ്പയ്ക്ക് പറ്റിയത്. അതാ പബ്ബലുണ്ടായത്. അതുവരെ ഭൗതികമായി ഏത് പടപ്പിനും കഴിവുണ്ടെന്നും അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രമേയുള്ളൂ എന്നും പറഞ്ഞവർ 2012 സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജിന്നിനെ അഭൗതികമാക്കിയിട്ട് ഇങ്ങനെ പറയാ, ഇവൻ ജിന്നൂരിയാണ്, ഇവൻ ജിന്നിന്റെ ആളാണ്, ഓൻ ജിന്നിന്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആരോപിക്കുന്നു. യഥാർത്ഥത്തിൽ ജിന്നിന്റെ പാർട്ടി ആരാ? ഈ പറയുന്നതിന് കാരണം എന്താ? നമ്മൾ അള്ളാഹിന്റെ പാർട്ടി. കാരണം അള്ളാഹ്ക്ക് മാത്രം അഭൗതിക കഴിവുള്ളൂ. ഇവര് പറഞ്ഞതോ ജിന്നിനും അഭൗതിക കഴിവുണ്ട്, മലക്കിനും അഭൗതിക കഴിവുണ്ട്, അള്ളാഹ്ക്കും അഭൗതിക കഴിവുണ്ട്. അപ്പൊ ആരാ ജിന്നൂരി? ആരാ ജിന്നിന്റെ ആൾക്കാര്? ഇനി അതെല്ലാം ഉള്ള ജിന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഊരിക്കളഞ്ഞു എന്നാണോ? എന്നാ നമ്മൾ ജിന്നൂരിയായിക്കോട്ടെ, അത് കുഴപ്പമില്ല. ചിലപ്പോ അങ്ങനെയായിരിക്കാം ജിന്ന് ഊരി എന്ന് പറഞ്ഞ അതുകൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും ശരി, വിഷയം അതല്ല. അപ്പൊ ഇവിടെ പുതിയൊരു ആശയം കൊണ്ടുവന്നു. നമ്മളെ സംബന്ധിച്ച് ഈ 100 കൊല്ലം നമ്മൾ പറഞ്ഞതും 114 കാലം അഹ്ലുസുന്ന സ്വീകരിച്ചതുമായ ആദർശം അഭൗതികമായ സഹായം റബ്ബിൽ നിന്ന് മാത്രം, അല്ലാത്ത ഇല്ല. ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, മനുഷ്യനും കഴിയില്ല, ഒരു പടപ്പിനും കഴിയില്ല. റഹ്മാനായ അത് 250-300 കൊല്ലം മുമ്പ് ലോകത്തറിയപ്പെട്ട ഖുറാഫികൾ ഇതുമായി വന്നിട്ടുണ്ട്. അവർക്ക് ഇസ്തിഹാസം തെളിവാക്കാൻ അന്ന് ലോകത്തറിയപ്പെട്ട പണ്ഡിതന്മാർ മറുപടിയും നൽകിയിട്ടുണ്ട്. ആ മറുപടിയല്ല ഇത്രയും കാലം നമ്മൾ പറഞ്ഞു പോകുന്നത്. അതിന് അബദ്ധമുണ്ട് എന്ന് ആർക്കും തോന്നിയില്ലല്ലോ. കേരളത്തിലോ ആ ചർച്ച വന്നത് എപ്പോഴാ? ആ ചർച്ച വന്നത് ഉമർ മൗലവിയുടെ സൽസബീലിലാണല്ലോ. നമ്മൾ കണ്ടയിടത്തോളം നമുക്ക് ആദ്യം കിട്ടിയത്. തപ്പിയ ചിലപ്പോൾ അതിന് മുമ്പും കിട്ടും.
ഇത് തപ്പാ ഒഴിവില്ലാത്തതുകൊണ്ടപ്പോ 970കളിൽ സൽസബീലിൽ ഉമർ മൗലവി എഴുതിയില്ലേ ഈ ഹദീസ് ബലഹീനമാണെന്ന് തർക്കമില്ല. അതാദ്യം പറഞ്ഞു. എന്നിട്ട് പറയാം, എന്നിട്ട് ഇനി ഈ ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവിടെ നമ്മളെ പിടുത്തം. സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവുമായി ബന്ധമില്ല. ഉമർ മൗലവി എന്താ പറയേണ്ടത്? ഇത് സ്വഹീഹായാലും ദഈഫായാലും ഇത് ശിർക്കാണ്, ഇത് ഒരിക്കലും നമുക്ക് പറ്റൂല എന്നല്ലേ പറയേണ്ടത്? ഇതിന് കിട്ടിയപ്പോ പിന്നെ ഉമർ മൗലവിയുടെ തൗഹീദൊന്നുമില്ല. അതുവരെ ഉമർ മൗലവിന്റെ തൗഹീദിലാണ്, KP യുടെ തൗഹീദിലാണ് എന്ന് പറഞ്ഞ് വയലീന മനുഷ്യന്മാർക്ക് പിന്നെ ഉമർ മൗലവിന്റെ ഓർമ്മനല്ല. പിന്നെ ഇവിടുന്ന് ഇവിടുത്തെ ഒറ്റ വാക്കുകൾ പറഞ്ഞു വിട്ടു. ഉമർ മൗലവിയും കുഞ്ഞിരുമതയും ഒക്കെ പഠിപ്പിച്ചെടുത്താണ് നമ്മളുള്ളത്. എവിടെ ഇവിടെ ഉണ്ടോ നിങ്ങള്? ഈ സൽസബയിൽ ഉണ്ടോ നിങ്ങള്? ഉമർ മൗലവിയുടെ ഈ മറുപടി ഇന്ന് എഴുതാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ ഇപ്പോഴും എഴുതുന്നു. ഈ ചോദ്യം ഞങ്ങളോട് ഇന്ന് വന്നാലും ഉമർ മൗലവി ഇവിടെ പറഞ്ഞ മറുപടി എന്തോ ഈ മറുപടിക്കപ്പുറം ഒരു ഹർഫ് ഞങ്ങൾക്കാർക്കും പറയാനില്ല. എന്നാൽ ഈ മറുപടി പറയുമോ കായക്കുടി താങ്കൾ? ഇപ്പോൾ ഈ മറുപടിയല്ലേ നമ്മൾ എല്ലാ സ്ഥലത്തും പറഞ്ഞത്? ഖുറാഫികൾ ചോദിച്ചപ്പോഴും ഈ മറുപടി പറഞ്ഞു, മടവൂരികൾ ചോദിച്ചപ്പോഴും ഈ മറുപടി പറഞ്ഞു, ഇപ്പോൾ നവമടവൂരികൾ ചോദിക്കുമ്പോഴും മുജാഹിദീങ്ങൾ ഈ മറുപടി ആവർത്തിച്ചു പറയുന്നു. മണ്ണാർക്കാട് ചോദിച്ചില്ലേ? മണ്ണാർക്കാട് സംഭവത്തിലേക്ക് സക്കരിയ സുലാഹിയെ പറഞ്ഞയച്ചത് കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പുളിക്കൽ ജാമിഅ സലഫിയിൽ ചേർന്ന് AP അബ്ദുൽ ഖാദിർ മൗലവിയും M മുഹമ്മദ് മദനിയും അടക്കമുള്ള തലമുതിർന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരും അടങ്ങുന്ന സദസ്സിൽ വെച്ച് ചർച്ച ചെയ്തിട്ടാണ് ആര് പോകണം, ആര് സംസാരിക്കണം, ആരവിടെ കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളൊക്കെ പറഞ്ഞയച്ചത്. KJവിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത സക്കരിയ സുലാഹി അന്നവിടെ പറഞ്ഞ മറുപടി എന്താ? കഴിഞ്ഞു വന്നപ്പോ ആരെങ്കിലും പറഞ്ഞോ ആ മറുപടി ശരിയായില്ല പറഞ്ഞു? ഈ മറുപടി മുജാഹിദീകളുടെ മറുപടി അല്ല എന്ന് പറഞ്ഞു? ഇല്ലല്ലോ. 10 കൊല്ലത്തോളം പിന്നിട്ടിട്ടും ഇന്നും ആ മണ്ണാർക്കാട് സംവാദം എന്നത് മുജാഹിദുകൾക്ക് ഇന്നും ആവേശം തന്നെയാണ്. അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? യാഴിബാറിൽ ചോദിച്ചപ്പോ അവിടെ സുലാഹി പറഞ്ഞ മറുപടി എന്താ കേട്ടോളൂ നിങ്ങൾ. ആ മറുപടിയാ ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മുടെ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനായോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങളിവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാല് നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹ് ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് ഇവിടുത്തെ മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കണതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുണ്ട്. ഇത് ദുർബലമായ ഹദീസാണ്, സഹീഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹീഹാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. കണ്ടോ? അന്ന് KJവിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി പങ്കെടുത്ത് 2004 മണ്ണാർക്കാട് സംവാദത്തിൽ അലവി സുലൈമാൻ സഖാഫിമാർക്ക് നൽകിയ മറുപടിയാണിത്. അതിനുശേഷം അലവിനും സുലൈമാനും കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഏതായാലും കാണൂല, കാരണം മുടിക്കെട്ടിനുള്ളിലാണല്ലോ. ഇനിയിപ്പോ എന്തായാലും കാണൂല, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഔസാദെങ്കിലും മിമിക്രിയുമായി ഇറങ്ങിയിരുന്നു, ഇപ്പൊ ഓനെയും പിടിച്ച് പുറത്താക്കി. അപ്പൊ അവിടെ ഈ ചങ്ങായി കളിച്ചോന്നപ്പോ എനിക്ക് സംശയം. കാരണം വിശ്വസിക്കാൻ പറ്റൂല. കാരണം സിൻഡിക്കേറ്റിൽ വരെ കളിച്ച മനുഷ്യൻ ഇനിയിപ്പോ ലേശം ദൂരയിലുള്ളൂ മർക്കസിക്ക്. ചിലപ്പോ അവിടെയും പോയിട്ട് എന്തെങ്കിലും പണി ഒപ്പിച്ചൂടെ എന്നില്ല. സാധ്യത ഉണ്ട്, തള്ളിക്കളണ്ട. കുറച്ച് കഴിയുമ്പോ ചിലപ്പോ പുറത്ത് വരും. ജിഷാൽ മാഹിന്റെ അടുത്ത ഫോൺ വിളിപ്പ് വരും. അപ്പൊ ചിലപ്പോ നമുക്ക് കേൾക്കും അവിടെയും ഇയാളാ കളിച്ചത്. അത്ര വലിയ മോശക്കാരൊന്നല്ലട്ടെ ഇയാള്. അത്ര മോശമൊന്നുമല്ല. വെറുതെ സംഭവത്തിൽ വരാത്ത അത് ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായിരുന്നാലും അന്ന് പറഞ്ഞ മറുപടി ആരെങ്കിലും ഒരാൾ പറഞ്ഞോ ഈ മറുപടി ശരിയായില്ല, ജിന്ന് സഹായിക്കുന്നു, മലക്ക് സഹായിക്കുന്നു, അതെങ്ങനെ പറയാ, ഇത് ശിർക്കല്ലേ എന്ന് എന്റെ 2004 മണ്ണാർക്കാട് സംഭവത്തിൽ മറുപടി കൊടുത്ത് ഖുബൂരി സഖാഫിമാരടക്കം ആ മറുപടി ഏറ്റുവാങ്ങിയ ജീവൻ നഷ്ടപ്പെട്ട് തിരിച്ചുപോയിട്ട് അവിടുന്ന് 2012 വരെ ഇല്ലാത്തൊരാരോപണം എങ്ങനെ 2013 യാഇബാദ് മലക്ക് പെട്ടാല് പുതിയ എങ്ങനെ ഉണ്ടായി? ആരാ മാറിയത്? ആരാ മാറ്റിയത്? ആരാ തൂബിലല്ലാന്ന് പറഞ്ഞത്?
ഞങ്ങൾക്കാർക്കും പറയേണ്ടി വന്നിട്ടില്ല അത്തൂബു ഇലല്ലാഹ് എന്ന് ഈ വിഷയത്തിൽ. അനസ് മൗലിക്ക് പറയേണ്ടി വന്നു. അതും എങ്ങനെ പറഞ്ഞത്? ഞാനോ ഹനീഫ് കായക്കൊടിയോ അബ്ദുറഹ്മാൻ സലഫിയോ ഈ വിശ്വാസം പേറിയിട്ടുണ്ടെങ്കിൽ അത്തൂബു ഇലല്ലാഹ്, ഞാൻ തൗബ ചെയ്യുന്നു. അതെങ്ങനെ? മൂന്നാൾ വിശ്വാസം പേരില്ല തൗബ ചെയ്യലാ? അവിടെ നിങ്ങൾക്ക് അവിടെയും പഴിച്ചു. ഉമർ മൊലി പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിടെയും പഴിച്ചിരിക്കുന്നു. മൂന്നാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തൂബു ഇലല്ലാഹ്, ഞാൻ തൗബ ചെയ്യുന്നു. അതെങ്ങനെയാ മൗലവി? ഒരാൾ തൗബ ചെയ്താ മൂന്നാളത് മുറുക്കുക? ഇത് ഒരാൾ തന്നെ മുറുക്കാൻ പറ്റിയ തൗബല്ല ആ ചെയ്തത്. എന്നിട്ടാ പിന്നെ മൂന്നാൾക്കും കൂടി ഒറ്റ തൗബ ആവട്ടെ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന മറുപടി. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സംവാദം കഴിഞ്ഞ് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി തന്നെ അന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം സംഘടിപ്പിച്ചുവല്ലോ. ആ വിശദീകരണത്തിലും എന്താ സലഫി പറഞ്ഞത്? ഇവിടെ ജിന്നെന്ന് പറഞ്ഞാൽ മരിച്ച ജിന്നല്ല, മലക്കെന്ന് പറഞ്ഞാൽ മരിച്ച മലക്കല്ല. എന്റെ സലഫി മരിച്ച ജിന്നും ജീവനുള്ള ജിന്നും വ്യത്യാസം? വിളിയുടെ കാര്യത്തിൽ മരിച്ച ജിന്നും ജീവിച്ചിരിക്കുന്ന ജിന്നും എന്തേ വ്യത്യാസം ഉണ്ടായത്? ആ വ്യത്യാസം എവിടെ പോയി? ഇപ്പോൾ എവിടെ പോയ വ്യത്യാസം? കേട്ടോളൂ അന്ന് സലഫി നൽകിയ ആ വിശദീകരണം. അപ്പോ ഇന്നലെയൊക്കെ വ്യക്തമായാലും ഞാൻ ഇബാദല്ല അറിയുമൂനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ഞാൻ ഇബാദല്ല അറിയുമൂനി എന്ന് പറഞ്ഞാൽ അത് പിന്നെ അള്ളാഹ് കഴിവുകളെ പിന്നെ എന്നെ സഹായിക്കുകയും എന്ന് വിളിച്ചു പറയാം. അപ്പൊ ആ ഹദീസിന്റെ സഹകരിച്ച ഹദീസ് വഴയിപ്പാണ് എന്ന് സക്കരിയാസലായി പറഞ്ഞപ്പോ പിന്നെ വേറെ ഹദീസിന്റെ അതിനെപ്പറ്റിയാണ് ഇൻകാൽഹൂത്തിക്കാത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒന്നേകാല സമയമാണല്ലോ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞതോ അതാണ് പറഞ്ഞിട്ട് ഒന്ന് സമയമാണെന്ന് പറഞ്ഞത് അപകടീകരിച്ചല്ലോ, അത്രയെങ്കിലും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ വിഷയം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനില്ല ശ്രമിക്കാറുള്ളത്. പിന്നെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തിലാണ് ചെന്നത്. അവിടെ ചെന്നുപെട്ടാൽ അവർ നിങ്ങളെ പിന്നെ എന്തിന് ആ വിവാദം അറിയുമെന്ന് അള്ളാന്റെ അടിയാളുകളെ സഹായിക്കും എന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കാണാത്ത നിങ്ങൾക്ക് അറിയാത്ത അള്ളാന്റെ അടിമകൾ ഉണ്ടാകും അവിടെയാണ്. അത് ആരൊക്കെ കാണാം? മനുഷ്യനെ സഹായിക്കാൻ പടച്ചോൻ ഏർപ്പെടുത്തിയിട്ടുള്ള മലയാളികൾക്കുണ്ട്, കപകത്തുണ്ട്. അവരുടെ സഹായം നമുക്ക് കിട്ടിയെന്നുള്ളത്. ഇതേപോലെ തന്നെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നുപെട്ടു. ആരും നോക്കിയിട്ട് കാണാനില്ല. പക്ഷെ ആരെങ്കിലും ഇടാൻ മതി. ഒരാളൊരു വിളിച്ചു നിർവഹിച്ചാൽ അല്ലെങ്കിൽ വിളിച്ചൊരു സഹായം ആവശ്യപ്പെട്ടാൽ ഇയാൾക്ക് അറിഞ്ഞുകൂടാത്ത ഇയാളെ കാണാത്ത ഏതെങ്കിലും മനുഷ്യന്മാരാണ് വേണ്ടി സഹായിക്കുന്നത്. ഇതെന്ത് കണ്ടാലും ഏത് കേട്ടാലും അതൊക്കെ മരിച്ചവരാണ്, അതൊക്കെ മരിച്ചവർ കാണും, മരിച്ചവർ കേൾക്കും, മരിച്ചവരെ വിളിക്കലാണ്, അവരോട് പ്രാർത്ഥിക്കലാണ് എന്തിനാ അർത്ഥം വെക്കുന്നത്? അങ്ങനെയല്ല ഇതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടെ തന്നെ ആ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. അതിന്റെ ശ്രമത്തിലേക്കും അതേപോലെ തന്നെ അതിന്റെ ആ വിഷയത്തിലേക്കും പറഞ്ഞു. കണ്ടോ, ഈ വിളി കേൾക്കുന്ന ജിന്നുണ്ടാകും, ഈ വിളി കേൾക്കുന്ന മലക്കുണ്ടാകും, മരിച്ച ജിന്നല്ല. എന്തേ മരിച്ച ജിന്നും ജീവുള്ള ജിന്നും വ്യത്യാസം? ഇപ്പൊ വ്യത്യാസം എവിടേക്കേ പോയി? ഇപ്പോഴോ ജിന്ന് പെട്ടാത്തന്നെ ശിർക്കായി, ജിന്ന് പെട്ടാത്തന്നെ ശിർക്കായി. എല്ലാം അഭൗതികമാണ്, എല്ലാം അദൃശ്യമാണ് എന്നിടത്തല്ലേ പിന്നെത്തിയത്? അങ്ങനെയല്ലേ പിന്നെ പറഞ്ഞൊപ്പിച്ചത്? അതിന്റെ ദുരന്തം എന്താ? പ്രാർത്ഥനയ്ക്ക് ഇത്രയും കാലം പല നിർവചനമെന്തോ അവിടെ പിറകോട്ട് പോയി. വായിച്ചല്ലോ ഇവിടെ വിചിന്തനത്തിൽ എഴുതിയത് ജിന്നും മലക്കും അഭൗതികമാണെന്ന് ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുക ഇല്ല. 2007 കരുവം പോയി. അതേ വിചിന്തനത്തിന് 2013 ജിന്നും മലക്കും ഭൗതികമല്ല, അഭൗതികം തന്നെ. 2007 അഭൗതികാന്ന് ബുദ്ധിയുള്ളവൻ പറയില്ലാൻ, 2013 ഭൗതികമല്ല അഭൗതികം തന്നെ. ഈ മാറ്റം എവിടുന്ന് വന്നു? മാത്രമല്ല ഈ ഒച്ചപ്പാടും ബഹളും തുടങ്ങിയപ്പോൾ KKP അബ്ദുള്ള എന്ന് പറയുന്ന മടവൂരി ചാരൻ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി ഈ കളിയെല്ലാം കളിക്കുന്ന സമയത്ത് ആ KKP അബ്ദുള്ളയ്ക്ക് ഖണ്ഡനം എഴുതിക്കൊണ്ട് ഇസ്ലാഹി മാസികയിൽ ലേഖനം വന്നു. ആര്? MPA ഖാദർ കരുവമ്പോയിൽ. ഒക്കെ എഴുതിയത് മൂപ്പര, എല്ലാവരും മൂപ്പര എഴുതിയത്. എന്തല്ല മോളെ കെട്ടിച്ച പിന്നെ മൂപ്പര് ചെറിയ മാറ്റം. എന്താ സംഗതി നമുക്ക് മനസ്സിലായിട്ടില്ല. ആയിക്കോട്ടെ, പ്രാർത്ഥനയും നിർവചനങ്ങളും പുതിയ വസ്വാസുകളും ഇതെന്നാ എഴുതിയത്? 2012 മാർച്ച്.
ഈ ഒച്ചപ്പാടും ബഹളൊക്കെ തുടങ്ങിയതിന് ശേഷം അന്ന് മൂപ്പർ എന്താ എഴുതിയത്? ഇവിടെ സുന്നിയാള് പുതിയ കുറെ വസ്വാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് KKP അബ്ദുള്ള ഏറ്റുപാടി നടക്കുന്നുണ്ട്, അതൊക്കെ കളവാണ് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കളവ് ഒന്ന്. സൃഷ്ടികളുടെ കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾക്ക് അഭൗതിക കാര്യമെന്നും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളും എന്ന നിർവചനം പുതിയ കണ്ടുപിടുത്തമാണ്. അതാണ് ഒരു കളവായിട്ട് എഴുതിയത്. സൃഷ്ടികളെ കഴിവിന് അപ്പുറമുള്ളതാണ് അഭൗതികം എന്നത് പുതിയ കണ്ടുപിടുത്താണ് എന്ന് KKP പറഞ്ഞു. അതിന് മറുപടി എന്താ? മറുപടി പ്രാർത്ഥന നിർവചനവും അതിലെ അദൃശ്യ മാർഗവും അഭൗതികവുമാണല്ലോ പ്രശ്നം. ഇവിടെ മനുഷ്യരുടെ മാത്രം കഴിവുകൾക്കതീതമായ കാര്യങ്ങളിൽ ഉള്ള അപേക്ഷ എന്ന് പരിമിതപ്പെടുത്തി പറയുന്നതിലെ അപകടം ഗുരുതരമാണ്. മനുഷ്യന്മാരെ കഴിവിന് അപ്പുറമൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന്റെ അപകടം ഗുരുതരമാണ്. സ്വലാഹി പറഞ്ഞാലും ഇല്ലെങ്കിലും സൃഷ്ടികളുടെയെല്ലാം കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ അഭൗതികവും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള അള്ളാഹുവിന്റെ മാത്രം കഴിവുമാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. സൃഷ്ടികളുടെ എല്ലാം കഴിവിന് അപ്പുറമുള്ളതാണ് അഭൗതികം, അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്, അത് മുസ്ലിം ലോകത്ത് തർക്കമില്ല. അപ്പൊ ഈ കരുവമ്പോ എന്നുള്ള നാട് മുസ്ലിം ലോകത്ത് ബന്ധമുള്ളതൊന്നുമല്ലേ? എന്നിട്ടോ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പിന്നെയും പറയാം, പ്രാർത്ഥന നിർവചനത്തിൽ സൃഷ്ടികളുടെ കഴിവുകൾക്കതീതമായ കാര്യങ്ങളിൽ ഉള്ള അപേക്ഷ എന്ന് പറയുന്നതിൽ മനുഷ്യർ മാത്രമല്ല ജിന്നുകളും മലക്കുകളും അടക്കമുള്ള സകല സൃഷ്ടികളുടെയും കഴിവുകൾ ഉൾപ്പെടും. ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സകല സൃഷ്ടികളുടെയും കഴിവുകൾ ഉൾപ്പെടും. ഇതാണ് നാളിന്നുവരെയുള്ള മുഴുവൻ മുവഹ്ഹിദുകളുടെയും വിശ്വാസം. നാളിതുവരെയുള്ള മുഴുവൻ മുവഹ്ഹിദുകളുടെയും വിശ്വാസം എന്ന് 2012 മാർച്ചിൽ ആ മുവഹ്ഹിദീങ്ങളെ കൂട്ടത്തുനിന്ന് വിട്ടുപോകല്ല കാതിർക്ക എന്നാണ് കരുവമ്പയിലോട് പറയാനുള്ളത്. നാളിന്നുവരെയുള്ള എല്ലാ മുവഹ്ഹിദുകളും അന്നയാൾ എഴുതിയതോ അന്നും ഇന്നും എന്നും മുജാഹിദികളുടെ നിലപാടിലാണ്. ഇതൊന്നും കൂടി വൃത്തം വലുതാക്കി. നാളിന്ന് വരെയുള്ള മുഴുവൻ മുവഹ്ഹിദുകളുടെയും വിശ്വാസം ഇതാണ്. എന്തിനെ ആ വിശ്വാസം വിട്ടുപോയി? എന്തിനെ മുവഹ്ഹിദീങ്ങളെ വിശ്വാസം വിട്ടു? എന്തിനെ ശിർക്കന്മാരെ പിന്നാലെ പോയി? എന്തിനെ ഖുബൂരികളുടെ വിശ്വാസത്തിലേക്ക് പോയി? അതുകൊണ്ട് ഇനിയാണ് പറയേണ്ടത് അത്തൂബു ഇലല്ലാഹ് എന്ന്. ഇവിടുന്നാണ്ട് പോകുമ്പോഴല്ല പറയുന്നത്. തിരിച്ചു വരാൻ തയ്യാറാവണം. ഈ ആദർശപ്പാതയിലേക്ക് കഴിഞ്ഞില്ല. ഇയാൾ പിന്നെയും പറയാം, പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് തേടുന്ന കാര്യങ്ങൾ ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളെയും അല്ലാതെ ആർക്കും സാധ്യമല്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ അള്ളാഹുവിനല്ലാതെ ആർക്കും സാധ്യമല്ല. എന്നിരിക്കെ ഈ നിർവചനത്തിൽ മനുഷ്യരല്ലാത്ത സൃഷ്ടികളുടെ കഴിവുകൾക്കതീതം ഉൾപ്പെടുക ഇല്ലെന്ന് തൗഹീദ് അംഗീകരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ എഴുതാനും പറയാനും കഴിയും? എത്ര കൃത്യ! മനുഷ്യന് പുറത്തുള്ള മറ്റ് സൃഷ്ടികൾ ജിന്നും മലക്കും ഓരോ കഴിവും കൂടി പരിഗണിക്കാൻ പറ്റൂല എന്ന് തൗഹീദ് ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നമുക്ക് എന്ത് മനസ്സിലായി? മൂപ്പരിപ്പ തൗഹീദ് ഉൾക്കൊള്ളുന്നില്ല. അതല്ലേ അർത്ഥം? അന്ന് മൂപ്പര് പല ബുദ്ധിയുള്ളവൻ പറയില്ല. മൂപ്പര് പറഞ്ഞു, അപ്പൊ ആ ബുദ്ധി നഷ്ടപ്പെട്ടു മനസ്സിലാക്കണം. ഇതിനെഴുതി തൗഹീദ് ഉൾക്കൊള്ളുന്നത് എങ്ങനെ എഴുതാൻ കഴിയാൻ? പക്ഷെ മൂപ്പർക്ക് എഴുതാൻ കഴിയുന്നു. അതിനർത്ഥം എന്താ? തൗഹീദ് ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ? തീർന്നിട്ടില്ല. എന്നിട്ട് പറയാം, മനുഷ്യന്മാരുടെ മാത്രം കഴിവുകൾക്ക് അതീതമേ ഇതിൽ ഉൾപ്പെടുകയുള്ളൂ എന്ന് ഒരു യഥാർത്ഥ മുജാഹിദിന് എങ്ങനെ പറയാൻ കഴിയും? മനുഷ്യന്മാരെ കഴിവ് മാത്രമേ ഇതിൽ ഉൾപ്പെടുള്ളൂ, അതിനപ്പുറമൊക്കെ അഭൗതികമാണ് എന്ന് യഥാർത്ഥ മുജാഹിദിന് എങ്ങനെ പറയാൻ കഴിയാന്ന് ഓർക്ക് ഇപ്പോഴും കഴിയണില്ല. യഥാർത്ഥ മുജാഹിദ് ഇപ്പോഴും പറയണില്ല. മുജാഹിദാന്നും പറഞ്ഞ ഉള്ളിൽ കയറി കൂടിയ ചില ആളുകൾ ഓര് പറയുന്നുണ്ടാവാം, യഥാർത്ഥ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. എന്നിട്ടോ ഇനിയുണ്ട്. ഞാൻ അക്ബർ സാഹിബിന് കുറച്ച് മറുപടി ഞാൻ പറയാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നാളിതുവരെയുള്ള മുവഹ്ഹിദുകൾ സ്വീകരിച്ച വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്ന് മൂവർ സംഘം വ്യതിചലിച്ചു. ചിലരെ തെറ്റിദ്ധരിപ്പിച്ചു, കൂടെ നിർത്തി, ചിലരെ വഞ്ചിച്ചു, അവരെ പറഞ്ഞു പറ്റിച്ചു. അങ്ങനെ
കൊണ്ട് വിശ്വസിപ്പിച്ചു. ഇവിടെ എന്തോ ജിന്നുമായി ബന്ധം പറ്റിയത്? ആരാ വ്യതിരിച്ചത്? ആരാ തൗഹീദിന് പോയത്? ആരാ പുതിയ വാദവുമായി വന്നത്? പറയേണ്ടതുണ്ട്. വെറുതല്ല നന്ദിക്ക് കായക്കൂടി പോകാത്തത്. ധൈര്യം പോകട്ടെ, നന്ദിയിലേക്ക് പോകട്ടെ, നമുക്ക് കാണാലോ. എന്നിട്ട് എത്ര സ്ഥലത്ത് വിശദീകരിച്ചു, ഞാൻ കാണിക്കുന്നില്ല. അനസ് മൗലവി ആറ്റിങ്ങൽ പറഞ്ഞു, അതേപോലെ കട്ടുപാറയിൽ പറഞ്ഞു, എടവണ്ണയിൽ പറഞ്ഞു, എവിടെയെല്ലാം മടവൂലികൾക്കെതിരെ മറുപടിയുമായി പി കെ അഹമ്മദ് സാഹിബിന്റെ ഭാഷയെ പറഞ്ഞാൽ വാടകയ്ക്ക് പ്രസംഗിക്കാൻ വന്നിരുന്ന അദ്ദേഹം പറഞ്ഞ എല്ലാ സ്റ്റേജിലും ഇതേ മറുപടി പറഞ്ഞു. അന്ന് ഈ പറഞ്ഞൊക്കെ ശരിയായിരുന്നു. ഉമർ മൗലവി ശരിയായിരുന്നു, അതേപോലെ കരുവമ്പോയില് ഈ എഴുതി ശരിയായിരുന്നു, അതെല്ലാം ഹക്കാണ്. പക്ഷേ 2012 മാസങ്ങൾ പിന്നിട്ടപ്പോൾ ആദർശം മാറി പുതിയ തലങ്ങളിലേക്ക് പോയപ്പോൾ അതൂബ് എന്ന് പറയേണ്ടി വന്നു എന്ന് മാത്രമല്ല, അവസാനം ഇതേ കരുവമ്പോയിലോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഉമർ മൗലവി എന്താ ചെയ്യാം? ഉമർ മൗലവി എന്താ ചെയ്യാം? ഫോൺ ചെയ്ത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞതെന്താ? ഉമർ മൗലിക്ക് തൗഹീദിൽ തെറ്റുപറ്റി. ഉമർ മൗലിക്കും തെറ്റി തൗഹീദിൽ. പുലിക്കരെ കാരണവന്മാരെ, നിങ്ങളോട് ഇവിടെ നിന്നാണല്ലോ അനീഫ് കായക്കുടി പറഞ്ഞത് ഉമർ മൗലിയുടെ പാത, അതേപോലെ KP മുഹമ്മദ് മൗലിയുടെ പാത, കുഞ്ഞീദ് മദനിയുടെ പാത, ആ പാത മതി നമുക്ക് എന്ന് ഇവിടുന്നല്ലേ പറഞ്ഞത്. എന്നാൽ കരുവമ്പോയിലിൽ പറയുന്നു ഉമർ മൗലിക്ക് തെറ്റി. കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ച് അദ്ദേഹം നൽകിയ മറുപടി ശ്രദ്ധിക്കുക. എന്ന വിഷയം ഇസ്തിയാസാണ്. ജിന്നോട് ഇബാദുള്ള എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ ഇസ്തിയാസല്ലേ? നമ്മളെ ഉമർ മൗലവി പറഞ്ഞു. അല്ലല്ല, നമ്മള് വേറെ പറഞ്ഞില്ല. ആരെയും കാണാതെ അത്യധികം വിഷമം, ആരെയും കാണാതെ എന്നാലും ഇന്നെ സഹായിക്കണ ആരോടും ഇങ്ങനോടാണല്ലോ തേടുന്നത് എന്ന് വിളിച്ചാൽ നിങ്ങൾ പറയുന്നത് കേൾക്കണമല്ല. ആരെയും കാണുന്നില്ലെങ്കിൽ അള്ളഹാനോടാ പിന്നെ വിളിക്കാൻ. അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതി മുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അത് വൈഫാണെന്നും ആ പ്രതീക്ഷിക്കാന്നുള്ള ആശയം കിട്ടാൻ ഹദീസ് വൈഫാന്നും പറഞ്ഞു. അപ്പം തന്നെ അതുകൊണ്ടാണല്ലോ പിന്നെ പ്രതീക്ഷ അതിന് കിട്ടൂലോ. അതിന്റെ ഹദീസിന്റെ ആശയം മൂപ്പരല്ല എഴുതിയും പാലത്ത് എഴുതി. അതിന്റെ ആശയം കിട്ടുന്ന ഹദീസ് വൈഫാന്നും പറഞ്ഞാൽ പിന്നെ ഒരു ആശയം പിന്നെ അതിന് നമുക്ക് കിട്ടാനില്ലല്ലോ. ജിന്നയും ഉമർ മൗലവി പറഞ്ഞതാണല്ലോ പറഞ്ഞു. ഉമർ മൗലവി അല്ലാണ് നമ്മളത്. നമ്മൾ ഹദീസിന്ന് ഉമർ മൗലവിക്ക് നമ്മൾക്കും ഒക്കെ ഒരു തത്വമുണ്ട്. വൈഫ് ഹദീസിന്ന് നമുക്കൊരു ആശയം കിട്ടൂല. ഒന്നും വേണ്ട, നമ്മളൊന്നും എടുക്കണ്ട. പക്ഷെ അതിൽ നിന്ന് വന്നൊരു തത്വമാണല്ലോ മൂപ്പര് പറഞ്ഞിരിക്കുന്നത്. അതിന് വൈഫിനൊരു തത്വം കിട്ടൂല. അങ്ങനെയെങ്കിൽ മൂപ്പര് എന്താ ആദ്യം പറയേണ്ടത്? ഹദീസിൽ ദുർബലമാണെന്ന് മൂപ്പര് പറഞ്ഞ മൂപ്പര് ബാക്കിയുള്ളവരൊക്കെ അതിന്റെ മുമ്പ് പറഞ്ഞൊക്കെ ഇപ്പൊ നിങ്ങൾ തക്ലീദ് ചെയ്യുന്ന ആളാ? അല്ലല്ല, തക്ലീദല്ല. ഈ വൈഫാണ് പറഞ്ഞാ പിന്നെ മനസ്സിലായില്ല. ഉമർ മൗലവിക്ക് തൗഹീദ് മനസ്സിലായാൽ നോക്കിയാൽ നിങ്ങളും ഞാൻ തൗഹീദീകരിച്ച് അല്ല, അങ്ങനല്ല. ഇബ്നു കസീറിന് തൗഹീദ് ഇരുന്നില്ലേ? അല്ല, അതല്ല. ഇബ്നു കസീർ ഇരുന്നില്ലേ? അല്ലല്ല, നിങ്ങളിപ്പോ ഒരു ഉമർ മൗലവിയുടെ വലിയ നമ്മളെ പ്രവാചകനായി ഉമർ മൗലവിക്കൊക്കെ പല കാര്യക്കും ഇതിന്റെ വിഷയത്തിൽ തന്നെ കണ്ടോ? ഉമർ മൗലിക്ക് പല വിഷയത്തിലും തെറ്റുപറ്റിയിട്ടുണ്ട്, പലതിലും തെറ്റിയിട്ടുണ്ട്. ഉമർ മൗലിക്ക് തൗഹീദിൽ തെറ്റുപറ്റി എന്ന് പറയാൻ ഇല്ല. ആ ഉമർ മൗലിയുടെ പാത സ്വീകരിച്ച, ആ ഉമർ മൗലിയെ ഇന്നും സ്നേഹിക്കുന്ന, ആ ഉമർ മൗലിക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന മുജാഹിദുകൾ സമ്മതിക്കില്ല. ഇത് വല്ലാത്ത അപരാധമാണ്. ഒരു പുതിയ വാദം കൊണ്ടുവന്നിട്ട് അത് മുജാഹിദുകളെ കെട്ടിവെച്ച് അത് വിജയിക്കാതെ പോയപ്പോൾ ഉമർ മൗലിക്ക് തെറ്റുപറ്റിയത്രേ. ഉമർ മൗലിക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ലത്രേ. പിന്നെ ആർക്കാ മനസ്സിലായത്? കരുവമ്പോയില് ഉമർ മൗലിക്ക് തിരിഞ്ഞിട്ടില്ല. KM മൗലിക്കോ ഏതായാലും തിരിഞ്ഞിട്ടില്ല. എന്താ കാരണം? നമ്മൾ നേരത്തെ വായിച്ചു KM മൗലി എഴുതിയത്. എങ്കിൽ കരുവമ്പോയിൽ താങ്കൾ എന്തിനാ അന്ന് എഴുതിയത്? താങ്കൾ എന്തിനാ ഇതെഴുതി? കഴിഞ്ഞ വർഷമാണല്ലോ താങ്കൾ ഇസ്ലാഹിൽ എഴുതിയത്. ജിന്നിന്റെയും മലക്കിന്റെയും എല്ലാം കഴിവിനപ്പുറത്തുള്ളതാണ് അഭൗതികം എന്നല്ലാതെ മറ്റൊരു മറുപടി ഒരു മുജാഹിദിന് പറയാൻ കഴിയില്ല. ലോകത്തെ മുഴുവൻ മുവഹിദീങ്ങളെയും മറുപടിയിലാണ് എന്ന് കഴിഞ്ഞ കൊല്ലം മാർച്ചിലല്ലേ താങ്കൾ എഴുതിയത്? ആ പാത ഒഴിവാക്കിയിട്ട് പുതിയ വഴിയിലേക്ക് പോയപ്പോ ഉമർ മൗലിക്ക് തെറ്റി എന്നോ?
കെ എം മൗലിക്ക് തെറ്റിയെന്നോ, കെ പി മുഹമ്മദ് മൗലിക്ക് തെറ്റിയെന്നോ, കുഞ്ഞീര് മൗലിക്ക് തെറ്റിയെന്നോ, ഇത് രേഖപ്പെടുത്തിയ മുഴുവൻ പണ്ഡിതന്മാർക്കും തെറ്റുപറ്റിയെന്നോ, എന്നിട്ട് നിങ്ങൾ 4 or 5 ആൾക്ക് മാത്രം തൗഹീദ് തിരിഞ്ഞു എന്നോ? ഇല്ല, മുജാഹിദുകൾ സമ്മതിക്കില്ല. മുജാഹിദുകൾ സമ്മതിക്കില്ല. ഈ വാദം കൊണ്ടുവന്നപ്പോൾ ഇനി എന്തൊക്കെയാ തിരുത്തേണ്ടി വരിക? എല്ലാം തുടക്കം മുതലേ മാറ്റി എഴുതേണ്ടി വരും. അതിന് തുടക്ക നമ്മൾ പുളിക്കത് കേട്ടത്, അതിന് തുടക്ക പുളിക്ക കേട്ടത് ദുആ കേൾക്കാൻ അല്ലാഹുവിന് കഴിയുമെന്ന് പറയേണ്ടി വന്നതിന് എന്തുകൊണ്ട്? ഈ മാറ്റമാണ്, ഈ വ്യതിയാനമാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. അക്ബർ സാഹിബ് എഴുതിയില്ലേ? എന്താ എഴുതിയത്? നെഞ്ചോട് ചേർത്ത് വെക്കുക നമ്മുടെ തൗഹീദ് എന്ന പേരിൽ അദ്ദേഹം ഇറക്കിയ ഒരു ലഘുലേഖ. ആ ലഘുലേഖയുടെ 3-ാമത്തെ പേജിൽ എന്താ അക്ബർ സാഹിബ് എഴുതിയത്? അദ്ദേഹം പറയാ, ഒന്നാമതായി നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്, അല്ലാഹുവേ, നിന്നോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുകയും ചെയ്യുന്നത് എന്നിട്ട് പറയാ. അടുത്ത വാചകം ശ്രദ്ധിക്കുകയും, ഈ ഇസ്തിആനത്ത് അല്ലാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിക്കുന്നു. അല്ലാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ദൃശ്യലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യനെ അതിൽ നിന്നൊഴിവാക്കിയിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ പറഞ്ഞത്? അല്ലാഹുവിനോട് മാത്രം നിർവഹിക്കേണ്ടുന്ന ഈ ഇസ്തിആനത്തിൽ നിന്ന് ദൃശ്യലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യന്മാർ ഒഴിവാണ്. അഥവാ മനുഷ്യന്മാരോടുമാകാം അള്ളാഹിനോടുമാകാം. ഇതല്ലേ അക്ബർ സാഹിബ് പണ്ട് മുസ്തഫ ഫൈസി പറഞ്ഞത്? ഈ അക്ബസ്തൈന് മാത്രം അർത്ഥം വെക്കണ്ടാന്ന്. അന്ന് എന്തിനെ പിന്നാലെ കൂടി അവരെ എന്തിനെ ബഹളം ഉണ്ടാക്കി? അയാൾ പറഞ്ഞു മാത്രം അർത്ഥം വെക്കണ്ട. ഇപ്പൊ അക്ബർ സാഹിബ് പറഞ്ഞതോ അള്ളാഹിനോട് മാത്രമല്ല, ദൃശ്യലോകത്തുള്ള മനുഷ്യന്മാരതിന് ഒഴിവാണ്. ഇതെന്തിനാ എഴുതിയതറിയോ? അദൃശ്യലോകത്തുള്ള ജിന്ന് ഒഴിവല്ല എന്ന് പറയാൻ വേണ്ടി. അദൃശ്യലോകത്തുള്ള ജിന്ന് ഒഴിവായിട്ടില്ല, അതുകൊണ്ട് ജിന്നിനോടത്തിയ ശിർക്കാണ്, ഇൻസിനോടത്തിയ ശിർക്കല്ല എന്ന് പറയാൻ വേണ്ടി. പക്ഷെ സാധാരണ ഈ ആദിവാസി പെണ്ണേക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞേക്കാം. ആദിവാസികളല്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാര് പുറത്തുനിന്ന് വന്നാല് ഒരിക്കൽ വലിയ നാണ, കാണാൻ വലിയ മടിയാ, അതുകൊണ്ട് ഒരു മുഖം പൊത്തും. അപ്പൊ മുഖം പൊത്ത ഒന്നും കാണാഞ്ഞാല് ഉടുത്ത തുണിയിൽ പൊന്തിച്ചിട്ട് മുഖം പൊത്തുന്ന, എന്നാ പിന്നെ കാണുകയാണോ ഓരോ വെപ്പ്, അതിലും വലുത് അങ്ങേപ്പുറത്ത് കാണുന്നുണ്ടാവും. ഈ പണിയാ ഇപ്പൊ അക്ബർ സാഹിബ് ചെയ്തത്. ജിന്നിനോടുള്ള ഏത് ചോദ്യവും ശിർക്കാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയപ്പോൾ എന്താ വന്നത്? ഇയ്യാക നസ്തഈൻ മാത്രം പോയി. ഇയ്യാക നസ്തഈൻ മാത്രം പോയി. ഞാൻ ചോദിക്കട്ടെ, അക്ബർ സാഹിബിന് സ്നേഹസംവാദവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയുമോ? അദ്ദേഹം ഇറങ്ങുമ്പോ വരും ഒരു അമ്മയുടെ ഭക്തൻ, ഓൻ പറയും, ഞാൻ അമ്മയോട് തേടുന്നത് നിങ്ങൾ ഈ ലഘുലേഖ പ്രകാരമാണ്. എന്താ കാരണം? നീ പറഞ്ഞ എന്താ? ദൃശ്യലോകത്തുള്ള മനുഷ്യൻ ഇതിനൊഴിവാണ്. അമ്മ ദൃശ്യലോകത്താണ്, അമ്മ മനുഷ്യനാണ്, അതുകൊണ്ട് അമ്മയോട് തേടുന്നു. അത് ശിർക്കല്ലാതെ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്, വെറുതല്ല. ആയത്താ കൊടുത്തത്. 7 ആയത്ത് കൊടുത്തത്. അയാൾ പറയാം, പരിശുദ്ധ ഖുർആനിലെ വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന വചനത്തിൽ നിന്ന് അവിടെ നിങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തെ കൃത്യമായി മാറ്റി നിർത്തി. അല്ലാഹു അതാർക്കും അറിയുന്നതാണ്. കണ്ടങ്ങള് 2 ആയത്ത് ദുർവ്യാഖ്യാനിച്ചത്. ഒന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ആ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു, മാത്രം ഒഴിവാക്കി. അല്ലാഹുവിലേക്ക് മാത്രം പോകേണ്ട ഇസ്തിആനത്ത് മനുഷ്യന്മാരിലേക്കുമാകാമെന്ന് നിങ്ങൾ എഴുതി വെച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ഇസ്തിആനത്ത് നേരെ മുന്നിൽ കാണുന്ന ഒരു മനുഷ്യനോട് നടത്തിയാലും ശിർക്ക് തന്നെയാണ്. ആ ഇസ്തിആനത്ത് വേറെയാ, മറ്റത് വേറെയാ. അതിനല്ലേ അഭൗതികമായ സഹായത്തേട്ടം എന്ന് പറഞ്ഞത്? അഭൗതികമായ സഹായത്തേട്ടം മുന്നിൽ കാണുന്ന മനുഷ്യനോട് പറ്റുമോ? നേരെ മുന്നിൽ കാണുന്ന കല്ലിനോട് തേടിയ ശിർക്കല്ലേ? എന്തേ കാര്യം? ദൃശ്യലോകത്തല്ലാഞ്ഞിട്ടാ? അല്ലല്ലോ. ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത് റഹ്മാനായ റബ്ബിനോട് മാത്രം, ഒരു പടപ്പിനോടും പറ്റില്ല. ഞങ്ങൾ പറഞ്ഞ വിശ്വാസമല്ലേ? കരുവമ്പോയില് പറഞ്ഞുതരും. എന്താ കരുവമ്പോയിൽ എഴുതിയത്? അയാൾ ഇതേ ലേഖനത്തിൽ എഴുതുകയാ. മറുപടി 2. ഒന്ന് നമ്മൾ അർത്ഥം വായിച്ചല്ലോ. 2ാമത്തെ മറുപടി, പ്രാർത്ഥനയുടെ വിഷയത്തിൽ അതിലൂടെ അള്ളാഹുവിനോട് പറയുന്ന കാര്യങ്ങൾ
സൃഷ്ടികളുടെ എല്ലാം കഴിവുകൾക്കപ്പുറമാണെന്ന് പരിശുദ്ധ ഖുർആൻ അതിന്റെ പ്രഥമാധ്യായത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അക്ബർ സാഹിബിന് കരുവമ്പൂർ ക്ലാസ് തുറക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും കഴിവിന് അപ്പുറത്താണ് എന്ന് ഫാത്തിഹ സൂറത്തിലുണ്ട്. ഖുർആനിലെ പ്രഥമാധ്യായമാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. അതിൽ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിലെ സഹായത്തേട്ടം പ്രാർത്ഥനയാണ്. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് മേൽവാക്യത്തിന്റെ അർത്ഥം. ഇവിടെ അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനുഷ്യരുടെ കഴിവുകൾ മാത്രമാണ് ഒഴിവാകുന്നത് എന്ന് മതത്തെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളും പറയുകയില്ല. എങ്ങനെ? ഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് മനുഷ്യന് മാത്രം ഒഴിവാണ് എന്ന് മതത്തെക്കുറിച്ച് വിവരമുള്ളവൻ പറയില്ല. ഇപ്പൊ ആർക്കാ വിവരമുള്ളത്? ഇപ്പൊ ആർക്കാ വിവരം? എങ്ങനെ കരുവമ്പോയിൽ താങ്കളും അക്ബർ സാഹിബും ഒന്നിച്ചു നിൽക്കുക? ഏതാ വേലായുധന്റെ പാമ്പൻകൂട്? ഏതാ പാമ്പൻകൂട്? കായക്കുടി പറയണം. ഈ രണ്ടിൽ ഏതാ ശരി? അക്ബർ സാഹിബ് എഴുതുന്നു ഇയ്യാക നസ്തഈൻ മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട്, കരുവമ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. കരുവമ്പോൾ എഴുതുന്നു പറയില്ല. ഈ രണ്ടിൽ ആർക്കാ മതം അറിയുക? ഈ രണ്ടിൽ ആര് പറഞ്ഞതാ മതം? ആര് പറഞ്ഞ ദീന്? അതാ ഞങ്ങൾ പറഞ്ഞത്. തൗഹീദ് എന്ന് വിട്ടാൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് വീണവനെ പോലെയാണ്. ആകാശ ലോകത്ത് നിന്ന് വീണവനെ പോലെയാണ് തൗഹീദ് വിട്ടാൽ അതാ സംഭവിക്കുന്നത്. അപ്പൊ ഇയ്യാക നസ്തഈൻ എന്ന് മനുഷ്യൻ ഒഴിവാണ് എന്ന് മതത്തെ സംബന്ധിച്ച് വിവരമുള്ളവരാരും പറയുകയില്ല. എന്നിട്ട് പറയാ ഈ സൂക്തം വഴി സഹായം തേടപ്പെടുന്നതിന് പരിധിയില്ലെന്ന് മനുഷ്യരും ജിന്നുകളും മലക്കുകളും അടക്കം സകല സൃഷ്ടികളെയും അള്ളാഹു ഒഴിവാക്കിയിരിക്കുന്നു. കണ്ടങ്ങള്? ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഇസ്തിആനത്ത് അത് അള്ളാഹുവോട് മാത്രമുള്ളത്. അല്ലാത്ത ഇസ്തിആനത്തോ അത് ഇതിൽപ്പെട്ടതല്ല. ആര്? മനുഷ്യന്മാര് മാത്രമല്ല, മനുഷ്യനും ജിന്നും മലക്കും എല്ലാവർക്കും ഇത് ബാധകാണ് എന്ന് കരുവമ്പോയില്. ഇനിയിപ്പൊ കരുവമ്പോയിൽ തെറ്റുപറ്റിയതായിരിക്കാം, അയാൾ പണ്ട് ഖുറാഫില്ലായിരുന്നു, ചാരനായി വന്നതാണെങ്കിലോ എന്ന് പറയുകയാണെങ്കിൽ വേണ്ട. AP അബ്ദുൽ ഖാദർ മൊഴി പറഞ്ഞോട്ടെ, ഏതായാലും അമ്മസാങ്കയാണല്ലോ. ആ അമ്മസാങ്ക പറഞ്ഞോട്ടെ. എന്താ അമ്മോസം എഴുതിയത്? അമ്മോസം പറയാ ഫാത്തിഹയിലെ ഇയ്യാക നസ്തഈൻ എന്നത് കാര്യകാരണ ബന്ധത്തിൽ പെടാത്ത സഹായം അള്ളാഹുവോട് മാത്രമേ തേടുകയുള്ളൂ എന്ന പ്രതിജ്ഞയാണ്. അതിൽ ഭൗതികമായ സഹായം മനുഷ്യരോട് തേടുകയില്ല എന്ന ആശയം അടങ്ങിയിട്ടില്ല. ഭൗതികമായ സഹായം മനുഷ്യരോട് തേടുകയില്ല എന്ന ആശയം ഇയ്യാക നസ്തഈൻ അടങ്ങിയിട്ടില്ല. മരോം പറഞ്ഞതോ ഇയ്യാക നസ്തഈൻ അത് ഒഴിവാക്കി അല്ലാഹു അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ ഭൗതിക സഹായം പരസ്പരം ആവശ്യപ്പെടാമോ ചെയ്തു കൊടുക്കാമോ എന്ന സംശയവുമായി ഒരാളും വാദപ്രതിവാദം കേൾക്കാൻ പോകില്ലല്ലോ. അത് AP അബ്ദുൽ ഖാദർ മൗലവി, ബുക്കാക്കിയത് EKM പന്നൂര്, പുറത്തിറക്കിയത് KNM. എന്താ വേണ്ടി? ഇതെന്താ വേണ്ട? ഏത് KNM കൂട്ടരേലുള്ളത്? അതുകൊണ്ട് KNM-നോട് കൂറുണ്ടോ? KNM-നോട് കൂറുണ്ടോ? ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച KNM പബ്ലിഷിംഗ് വിങ്ങിനോട് കൂറുണ്ടോ? എങ്കിൽ ആ സിരിട്ട് അവരിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ ലെറ്റർപ്പെടും സീലും ശരിയായ KNM-കാരെ, ശരിയായ മുജാഹിദുകളെ തിരിച്ചേൽപ്പിക്കാൻ ഇനിയെങ്കിലും മാന്യത കാണിക്കണമെന്നാ പറയാനുള്ളത്. KNM ഇറക്കിയ പുസ്തക EKM പന്നൂര് ക്രോഡീകരിച്ചത് വാദപ്രതിവാദങ്ങളിലൂടെ. ആരോട് അഭിമുഖം? AP അബ്ദുൽ ഖാദർ മൗലവിയോട്. AP പറയാ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാല് മനുഷ്യരോട് സഹായത്തായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല. കരുവമ്പോയില് പറയാ മനുഷ്യനെ ഒഴിവാന്ന് മതമറിയുന്നോ പറയില്ല. അക്ബർ സാഹിബ് പറയാ മനുഷ്യനെ ഒഴിവാക്കിയെന്ന് അല്ലാഹു ഖുർആനിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ വക പറഞ്ഞതല്ല, ആയത്താ കൊടുത്തത്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന ആയത്ത് കൊടുത്തിട്ടാ പറഞ്ഞത്. മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട്. ചോദിക്കട്ടെ, രണ്ടാമത്തെ ചോദ്യം. ഒന്ന് ഞാൻ നേരത്തെ ചോദിച്ചു നന്ദിപ്പള്ളിയുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും മുഫസ്സിർ
ഏതെങ്കിലും മുഫസ്സിർ ഈ ആയത്ത് ഇയ്യാക നസ്തഈനിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിയതാണ് എന്ന് രേഖപ്പെടുത്തിയത് അക്ബർ സാഹിബിനോ കരിവമ്പലിനോ കായക്കൊടിക്കോ അനസ് മൗലവിക്കോ അബ്ദുറഹ്മാൻ സലഫിക്കോ ആർക്കെങ്കിലും കാണിക്കാനാകുമോ? മടപുരിച്ചാരനെ വിളിക്കണില്ല, മൂപ്പയ്ക്കുന്ന തഫ്സീർ നാസസുല്ലമിക്ക് മൂപ്പയ്ക്കുന്ന തഫ്സീർ മൂപ്പരെ വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നു, ഞാൻ ആയത്ത് വ്യാഖ്യാനിച്ചെങ്കിൽ കോഴിച്ച സംഭവത്തിൽ ഞാൻ തഫ്സീർ നീട്ടിയില്ല, നിങ്ങൾ നേരെ നിങ്ങൾ വാങ്ങിയില്ലല്ലോ. എന്റെ മൂപ്പരെ മറുപടി എന്തല്ലോ, നിങ്ങൾ ഇങ്ങനെ നീട്ടുമ്പൊക്കെ വാങ്ങാനുള്ളതാ ഞാൻ. വല്ല കഥയിൽ പോയി. ഇത് അതല്ല ചങ്ങായിമാരെ, കിതാബ് ഓതിപ്പടിക്കാനല്ല, അതിന് ജാമ്യക്ക് പോരി. ഇത് വിഷയം പറയാ, ഇല്ലാത്ത വായിച്ചു ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞപ്പോഴാ നീട്ടിയത്. ഞാൻ കാണിച്ചു തരികയാണിട്ട് നിളിപ്പ ചോദിക്കുക, നിങ്ങൾ നീട്ടുമ്പോ ഞാൻ വാങ്ങാനുള്ള ആളാണോ? പിന്നെ എന്തിനാ അവിടെ വന്നത്? പിന്നെ എന്തേ കോഴിച്ചനയ്ക്ക് വന്നത്? ഒന്നാകെ മുണുങ്ങാ വിചാരിച്ചു വന്നതാ. അപ്പൊ ഇനി അതൊരു അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, ശബത്ത് കുത്താൻ പാടില്ലല്ലോ, അയാൾ നമ്മൾ വിടുക. അതുകൊണ്ട് എന്ന ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും ഫസിർ ഇത് ഇയ്യാക നസ്തഈനിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തിരിച്ചു കാണിക്കാൻ പറ്റുമോ? ഇയ്യാക നസ്തഈൻ എന്ന ആയത്തെ വ്യാഖ്യാനിച്ച ഏതെങ്കിലും തഫ്സീറിൽ ഈ ഇസ്തിആനത്തിൽ നിന്ന് വതആവനൽ ബിർരി വത്തഖ്വ എന്ന ആയത്തിലൂടെ മനുഷ്യരെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തി കാണിക്കാൻ കഴിയുമോ? രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ പറയണം, പുളിക്കലേക്ക് വരണം, ഇനിയും നിങ്ങൾ പ്രസംഗിക്കണം, അവിടെ മറുപടി പറയണം. വരാതിരിക്കരുത്, നിങ്ങൾ വരണം, എന്നിട്ട് നിങ്ങൾ മറുപടി പറയണം. ചോദ്യങ്ങൾ മറക്കരുത്. രണ്ട് ചോദ്യമായി മറുപടി കിട്ടിയേ പറ്റൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ജിന്നൂരിനെ വിളിച്ചിട്ട് കളിയാക്കി അത് രക്ഷപ്പെട്ടു പോകാനോ? പറ്റൂല. ഏതായാലും ഞങ്ങളേതായാലും ഇഹ്റാം കെട്ടി ഇറങ്ങിയതിനാണ്. ഞമ്മക്കേതായാലും ഇനിയിപ്പോ പള്ളി നോക്കാനില്ല, വെളിസംഖ്യം കൊടുക്കാനില്ല, എറ്റപ്പെടും കള്ളം കണ്ടോ നോക്കാനുമില്ല. അതൊക്കെ കള്ളന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇതേ പണിയുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇഹ്റാം കെട്ടി ഇറങ്ങിയതാ. അത് തിരിച്ചു പിടിക്കുന്നവരെ ഞങ്ങളെ പണിയെടുക്കും. അത് തിരിച്ചു പിടിക്കാൻ അറിയും ചെയ്യാം. സിരി ടവറും കിട്ടും, മുജാഹിദ് സെന്ററും കിട്ടും, എറ്റർപേടും കിട്ടും, സീഡും കിട്ടും. ഇൻഷാ അല്ലാഹ് അത് ഇരിക്കാനുള്ള പണി ഞങ്ങൾക്ക് അറിയാം. കോടതിയും കൂട്ടും ഒന്നും വേണ്ട. മുജാഹിദികളെ മനസ്സിക്ക് തൗഹീദാണ് പഠിപ്പിച്ചു കൊടുത്താൽ മുജാഹിദികൾ ചെല്ലും വാങ്ങാൻ. എങ്ങനെ കോഴിക്കോട് മുഹീദ്ദീൻ പള്ളി മുജാഹിദികളെ പള്ളിയായി മാറിയത്? ചാവി വാങ്ങിപ്പോന്നിട്ടല്ലോ, എറ്റപ്പെടും സീലും അടിച്ചു മാറ്റിയിട്ട് പള്ളി അമ്മതാക്കിയതല്ലോ. പള്ളി കമ്മിറ്റിയും പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്ന മനുഷ്യന്മാർക്ക് തൗഹീദ് പറഞ്ഞു. അപ്പൊ ഓലിക്കണ്ട് മാറി. സക്കറിയ സ്വലാഹ് എപ്പോഴും പറയും, ആൾക്കാർ മാറിയ പള്ളി മാത്രം അവിടെ കൂലല്ലോ എന്ന് പറഞ്ഞ മാറിയ സിരി ടവറുള്ള ഈ മൂവർ സംഘമല്ലാത്ത ബാക്കി മുഴുവൻ മുജാഹിദീങ്ങൾക്കും ഈ തൗഹീദ് പഠിക്കുന്നവരെ ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു. പിന്നെ പല മൂന്നാളൊന്നും കൊടുക്കാൻ പറ്റുമോ? ഇത് നമ്മൾ തന്നിട്ട് മുജാഹിദീങ്ങൾ അപ്പൊ അതിന്റെ ബാക്കി പറഞ്ഞു കൊടുക്കും. ആ പണിയാ ഞങ്ങൾ എടുക്കുക. ഞങ്ങൾ കേസ് കൊടുക്കാൻ പോടില്ല, വേറെ എത്രപ്പോഴും അടിക്കണില്ല, വേറെ സീലുണ്ടാക്കണില്ല, വേറെ സംഘടന ഉണ്ടാക്കുന്നില്ല. ആ വക ഒരു പണിപ്പല്ല. നമ്മളിങ്ങനെ തൽക്കാലം ദഅവത്തൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരു കോർഡിനേഷനായി ദഅവത്തിനെ സജീവമാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അബ്ദുറഹ്മാൻ സൈഫിനെ പേരക്കാരടക്കം മൂപ്പര് ചോദിക്കുക, അല്ല നിങ്ങൾ പറഞ്ഞ് ശരിയല്ലല്ലോ, ഇതല്ലേ പഴയ തൗഹീദ് എന്ന് മൂപ്പരെ പേരിന് പെണ്ണുങ്ങൾ ചോദിക്കും ചെല്ലുമ്പോ. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊക്കെ തിരിച്ചു വരും. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റബ്ബ് ആ നിലയ്ക്ക് ശരിയായ മുജാഹിദ് പ്രസ്ഥാനം, ശരിയായ മുജാഹിദിനെ കയ്യിൽ തന്നെ റബ്ബ് ഏൽപ്പിക്കുമാറാവട്ടെ. ആമീൻ. ഏതായിരുന്നാലും ഇപ്പൊ ഇയ്യാക നസ്തഈൻ മൂപ്പര് വ്യാഖ്യാനിച്ചു. ഇയ്യാക നസ്തഈൻ മനുഷ്യരെ ഒഴിവാക്കി. അത് ഒഴിവാക്കിയപ്പോഴാണ് ഉമർ മൗലവിക്ക് തൗഹീദ് തെറ്റിന്ന് പറയേണ്ടി വന്നത്. ഉമർ മൗലവിക്ക് തൗഹീദ് തെറ്റിയല്ലേ? മാത്രമല്ല ഒരു പടി കൂടി കടന്ന് പുളിക്കലിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞതെന്താ? ദുആ കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമല്ല, സമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ. ഖുർആൻ എത്ര സ്ഥലത്ത് അല്ലാഹനെ പറ്റി പരാമർശിച്ചത്? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ കാണാം, പല അംബിയാവിന്റെയും പ്രാർത്ഥനയിൽ കാണാം, നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പല ദുആയിലും കാണാം. അല്ലാഹുവിന്റെ സിഫത്താണ് സമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ. തൗഹീദ് അസ്മാ വ സിഫാത്ത് നമ്മൾ സമുദായത്തെ പഠിപ്പിച്ചപ്പോ ഖുറാഫുകൾ നിങ്ങൾ പുതിയത് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇവരോ സമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമൊന്നുമല്ല. ആയത്തുണ്ട്, തഫ്സീറുണ്ട്. ആര്? സാക്ഷാൽ കായക്കൊടിയും നാസർ സുല്ലമിയും. ഒന്ന് ചാരന ചരിക്ക, എന്തിനാ അനീഫ്ക നിങ്ങൾ ഈ പണിക്ക് പോയത്? നിങ്ങൾക്ക് പറ്റിയ പണിയല്ലത്. എവിടെത്തി? ഈ ഹനീഫ് കായക്കൊടിയെ നമ്മളൊക്കെ വിളിച്ചിട്ടില്ലേ വയലു പറയാന്, തൗഹീദ് പറയാൻ? നമ്മളൊക്കെ യൂണിറ്റിലേക്ക് ഇയാൾ വന്നിട്ടില്ലേ? 2ഉം 3ഉം പ്രാവശ്യം മുങ്ങിയാലും 4ാമത്തെ പ്രാവശ്യം നമ്മൾ പൊക്കിക്കൊണ്ടുവന്നിട്ടില്ലേ? അന്ന് ഇയാൾ തൗഹീദ് പറഞ്ഞപ്പോൾ ഇയാൾ എന്താ പറഞ്ഞത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും.
ഇൻതദഉഹും ലാ യസ്മഉ ദുആഅക്കും. എന്നിട്ട് ഖുർത്തുബിന്റെ ഇബാറത്ത് സാധാരണ ആയത്തോതും പോലെ കാണാതെ പഠിച്ചു. സാധാരണ മുജാഹിദീങ്ങളടക്കം മലക്കുകൾ പെടും, ജിന്ന് പെടും, അമ്പിയാക്കൾ പെടും, കൽമലായികത്തി വൽ അംബിയായി വൽ ജിന്നി വശയാത്തീൻ എന്ന് പറയാത്ത പ്രസംഗമുണ്ടോ നമുക്ക്? ഇതെങ്ങനെ കായക്കൂടി ഖുർത്തുബി വായിക്കാം? ഇതെങ്ങനെ കായക്കൂടി ആ ആയത്തർത്ഥം വെക്കാം? എന്നിട്ട് മൂപ്പര് പറയാ ദുആ അല്ലാഹത്തോടും കേൾക്കും. ഇത് പറയാനൊരു പശ്ചാത്തലമുണ്ട്. സൂപ്പർ ബസാർ മുഖാമുഖത്തിന് കരീം മൗലവി എന്നോട് ചോദ്യം ചോദിച്ചു, റഖീബാത്തിന് ദുആ കേൾക്കുമോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ദുആ കേൾക്കൂല, വിളി കേൾക്കും. ദുആ കേൾക്കൂല, വിളി കേൾക്കും. കാരണം ദുആ ഖൽബിൽ നിന്നാണ്, അതൊരു ഇബാദത്താണ്. ആ ദുആ കേൾക്കുന്നവൻ, കേട്ടുത്തരം ചെയ്യുന്നവൻ അല്ലാഹു തആല മാത്രമാ. ബാഹ്യമായ വിളി അത് റഖീബത്തിന് മാത്രമല്ല, കായക്കൊടിയും കേൾക്കും. കായക്കൊടിയും കേൾക്കും. പഠിച്ചോനെ കായക്കൊടിക്ക് രായത്ത് കൊടുക്കണേ നമ്മളിപ്പോ തോന്നാല് വൈറസിൽ മൂപ്പറി കേൾക്കാൻ വരുന്നത്. അപ്പൊ ദുആ കായക്കൊടിയും കേൾക്കും, ബാഹ്യമായ വിളി എന്നർത്ഥത്തിൽ. ഞാൻ അവിടെ വിശദീകരിച്ചത് വിളി കേൾക്കും, ദുആ കേൾക്കുക. ദുആ ഖൽബിൽ നിന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ നിങ്ങൾ ദുആ ചെയ്യേണ്ടത് എങ്ങനെയാ? വഅൻതും മുഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണേ. കാരണം എന്താ? അല്ലാഹു തആല ഉത്തരം ചെയ്യില്ല ആർക്കെന്നോ? മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ ശ്രദ്ധിക്കാത്ത ഖൽബിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യില്ല. മനസ്സറിയാതെ, കൽബറിയാതെ, നാവ് കൊണ്ട് തേടുന്ന തേട്ടങ്ങൾക്ക് അല്ലാഹു ഉത്തരം ചെയ്യൂല. അതുകൊണ്ട് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോട് മനസ്സാന്നിധ്യത്തോടെ ദുആ ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആ കേൾക്കാൻ റബ്ബിനെ കഴിയൂ. അതിന് പദങ്ങൾ വേണമെന്നില്ല, നാവ് കൊണ്ട് പറയണമെന്നില്ല. സംസാരിക്കാൻ കഴിയാത്തവൻ ദുആ ചെയ്യുന്നില്ലേ? കേൾക്കാൻ പറ്റാത്തവൻ ദുആ ചെയ്യുന്നില്ലേ? ദുആ ഖൽബിൽ നിന്നാണ്. ഈ ദുആ കേട്ടുത്തരം ചെയ്യുന്നവൻ അല്ലാഹു മാത്രം. അല്ലാഹു ചോദിച്ചില്ലേ, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅ വയക്ഷിഫു സൂ വയജ്അലകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. ദുരിതത്തിലകപ്പെടുന്നവൻ വിളിച്ചു തേടിയാൽ ആ തേട്ടം കേട്ട് ഉത്തരം ചെയ്ത് ദുരിതം നീക്കാൻ സാധിക്കുന്നവൻ ആര്? അല്ലാഹു അല്ലാതെ, അല്ലാഹ് മാത്രം. എങ്കിൽ അഇലാഹും മഅല്ലാഹ്. പിന്നെ എങ്ങനെ വേറെ ഇലാഹുണ്ടായി? കെ എം മൗലവി പറഞ്ഞത് ഇങ്ങനെ കാണാനും കേൾക്കാനും കഴിയുമെന്ന് ആരെപ്പറ്റി വിശ്വസിക്കുന്നുവോ വന ഇലാഹാക്കി. കായക്കൊലി പറയാ ദുആ കേൾക്കാൻ ജിന്നിന് കഴിയും, ദുആ കേൾക്കാൻ മലക്കിന് കഴിയും, ദുആ കേൾക്കാൻ ശൈത്താനും കഴിയും, ഉത്തരവും ചെയ്യും. നാസസുലമി കൂട്ടിച്ചേർക്കും ചെയ്തു. മറ്റൊരാൾ പറയാൻ ധൈര്യമില്ല. അപ്പൊ നാസസുലമിന്റെ വക ഒരു ആഡിങ് ഉത്തരവും ചെയ്യും. ഈ ചോദ്യപദാർത്ഥത്തോടെ വന്നത് സൂപ്പർ ബസാറിൽ എന്റെ മുഖാമുഖത്തിനെ ക്ലിപ്പിട്ടുകൊണ്ട് നാസസുലമി പരിഹസിച്ചു എമ്പാടും. ഒരുപാട് കാലം ഒരു ക്ലിപ്പ് ഇട്ട് നോക്കി കിട്ടുന്നില്ല. മുഖാമുഖം കുറെ നന്നു, അൽഹംദുലില്ലാ. ഒരു ക്ലിപ്പ് തന്നെ കിട്ടിയിട്ടില്ല. റബ്ബിന്റെ സഹായം മറ്റൊന്നുമില്ല. അങ്ങനെ ക്ലിപ്പില്ലാതെ പിന്നെ ഉണ്ടാക്കാൻ നോക്കിയതാവൂല്. അങ്ങനെയാണ് ആ കണ്ടോ ദുആ കേൾക്കൂല, വിളി കേൾക്കും. എന്താ പയ്യാളെ വിവരം, എന്താ പയ്യാളെ അറിവ് എന്നുകൊണ്ട് അനേക്കായ കുടുംബിന് അയിമ കൂടി കൊടുത്തു. അങ്ങനെയാണ്. എന്നിട്ടത് തീരാഞ്ഞവനെ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ഞൻ നമ്പ്യാർ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ. മറ്റോൻ കുറെ ചവിട്ടി തേക്കാൻ നോക്കിയെങ്കിലും ഇയാള് പിന്നെയും കൂടി കൊടുത്തു. അതെ കണ്ടോ ഫൈസൽ മുസ്ലിം പറഞ്ഞ പോയത്താം മൂപ്പര് അബദ്ധം, ദുആ കേൾക്കൂലെന്നാ പറയണത്, വിളി കേൾക്കുന്നാ പറയണത് എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് പരിഹസിച്ചപ്പോ സദസ്സൊന്നും ഒരാൾ ചോദ്യം ചോദിച്ചല്ല, അപ്പൊ നിങ്ങളെ വിശ്വാസം ദുആ കേൾക്കുന്നതാണോ? ബാഹ്യമായ വിളിയല്ല. കാരണം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ബാഹ്യമായ വിളി കേൾക്കും. അത് റഖീബത്തിന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ കായക്കൊടിയും കേൾക്കും. അതെല്ലാരും കേൾക്കും. കേൾവിയുള്ള കാതുള്ള ഏതൊരാളും അടുത്തുണ്ടോ? ഒരാൾ ദ്വാരിക്കണം, മറ്റൊന്ന് കേൾക്കാം, അത് തർക്കമില്ലല്ലോ. പക്ഷെ ദുആ കേൾക്കുക എന്ന് പറഞ്ഞാൽ ആ കേൾവിയല്ലല്ലോ ഉദ്ദേശിച്ചത്. ദുആ കേൾക്കുക എന്ന് പറഞ്ഞാൽ കാതുകൊണ്ടുള്ള കേവല കേൾവിയാണോ അവിടെ? അല്ല. റഹ്മാനായ റബ്ബ് ദുആ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ കേൾക്കലല്ല, ആ കേട്ടുത്തരം ചെയ്യാൻ തരത്തിലുള്ള കേൾവി അത് റബ്ബിനേ ഉള്ളൂ. അത് റബ്ബിനേ ഉള്ളൂ. ജിന്നിനുമില്ല, മലക്കിനുമില്ല, ശൈത്താനുമില്ല, കായക്കൊടിക്കുമില്ല, ആർക്കുമില്ല. എന്നാ ബാഹ്യമായ വിളിയോ? നമ്മൾ പ്രസംഗത്ത് ദുആ ചെയ്യുന്നു, എല്ലാവരും കേട്ടിട്ട് ആമീൻ പറഞ്ഞത്. അതിനകത്ത് നിങ്ങളൊക്കെ ദുആ കേൾക്കുന്ന ഞങ്ങളൊക്കെ ദുആ കേട്ടല്ലോ എന്ന് കായക്കൊടിയുള്ള ബുദ്ധിയുള്ള ആരെയും പറയും. അപ്പൊ അതുകൊണ്ട് ഇതവിടെ പറഞ്ഞപ്പോൾ അതൊരു വലിയ അപരാധമായി ക്ലിപ്പിട്ട്
പരിഹസിച്ചു. അപ്പൊ ഇവൻ ചോദിച്ചു, അങ്ങനെയാണ് നിങ്ങളെ വിശ്വാസം എന്താ, ദുആ കേൾക്കുന്നാണോ? കേൾക്കുന്ന സംശയം എന്നാണ്. ദുആ കേൾക്കുന്ന ആ ചോദ്യവും മറുപടിയും കേൾക്കാൻ നിങ്ങൾക്ക് വീഡിയോ കിട്ടിയിട്ടില്ല. നമുക്ക് ഓഡിയോ കിട്ടുള്ളൂ. വീഡിയോ ഒരു ഇറക്കും, ഇൻഷാ അല്ലാഹ് ഇറക്കണം. മൂന്നാമത്തെ ചോദ്യം ഞാനാ, വീഡിയോ ഇറക്കാൻ ധൈര്യണ്ടോ? പുളിക്കൽ മുഖാമുഖത്തിന്റെ വീഡിയോ യാതൊരു എഡിറ്റിംഗുമില്ലാതെ അതേ രൂപത്തിന് ഇറക്കാൻ ധൈര്യമുണ്ടോ? ഇറക്കിയാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ കോപ്പികൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ വിതരണം ചെയ്യും. ഒരു എഡിറ്റിംഗും ഇല്ലാതെ ആ വീഡിയോ ഫുൾ ഇറക്കട്ടെ, കാണാലോ നമുക്ക്. പറയട്ടെ. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫൈസൽ, സ്ഥലം ചേലേന്ദ്രാണ്. എനിക്ക് ചോദിക്കാനുള്ളത് 2-3 ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ അവസരം തരാണെങ്കിൽ ചോദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നാമതായി ചോദിക്കാനുള്ളത് നാസർ സുലൈമിയോടാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞു റക്കീബ് അത്തീദിന്റെ വിഷയം. റക്കീബ് അത്തീദിന്റെ വിഷയം നാസർ സുലൈമിയും പറഞ്ഞു, ചായക്കോടിയും പറഞ്ഞു. അതില് റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്കിനോട് ഞാൻ ഇവിടുന്ന് വിളിച്ച് ദുആ ചെയ്താൽ ആ ദുആ റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്ക് കേൾക്കോ കേൾക്കൂലെ? ആ ചോദ്യത്തിന് ഉത്തരം പറയാം. കേൾക്കുമെങ്കിൽ കേൾക്കുന്നു നാസർ സുലൈമി ഉത്തരം പറയാം, കേൾക്കില്ലെങ്കിൽ കേൾക്കൂല എന്ന് നാസർ സുലൈമി ഉത്തരം പറയാം. അപ്പോ അതിനുള്ള ഉപചോദ്യം ചോദിക്കാനുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും. പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. റക്കീബ് അതീദിനെ വിളിച്ചാൽ കേൾക്കും, റക്കീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. അതുകൊണ്ടാണ് നാസർ സുലൈമി ഖുർആൻ എന്താ പറഞ്ഞത്? റക്കീബ് അതീദ് ദുആ കേൾക്കും കൊണ്ട് പറഞ്ഞത് മലക്കുകളെ വിളിക്കുന്നു. ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗം തന്നെ കേൾപ്പിച്ചല്ലോ. ശൈത്താൻ കേൾക്കുന്നു, എന്നിട്ട് ശൈത്താൻ അതിന് ഉത്തരം ചെയ്യുന്നു. പരലോകത്തെ അത് ഇബാദത്തായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇബാദത്തായി മാറിയത്? ഇത് ദുആ ആയതുകൊണ്ട്. അവര് ജിന്നുകളെയാ ഇബാദത്ത് ചെയ്തതെന്ന് പറയാൻ കാരണം എന്താ? ഇത് ദുആ ആണ്. അവര് കേട്ടു. ആ കേട്ടത് ഇവിടെ വിശദീകരിച്ചു, കേൾക്കും എന്ന് കൃത്യമായി പറയുകയും ചെയ്തു. ഈ ചോദ്യം ചോദിക്കാം. കണ്ടോ? ദുആ കേൾക്കും. ആര് കേൾക്കും? റഖീബ് അതീദ് കേൾക്കും, ജിന്ന് കേൾക്കും, മലക്ക് കേൾക്കും, ശൈത്വാന് കേൾക്കും. നഊദു ബില്ലാഹ്. ഇതാണ് തൗഹീദ് വിട്ടാൽ അപകടം. എവിടെല്ലാം പൊളിഞ്ഞു? ഉലൂഹിയത്ത് ആദ്യം പൊളിഞ്ഞു. അബൗദികമായ കഴിവുകൾ റബ്ബല്ലാഹുവിന് വകച്ചു കൊടുത്തു. അതുവഴി ദുആ കേൾക്കുമെന്ന് പറഞ്ഞു. മാത്രവുമല്ല അല്ലാഹുവിന്റെ സമീഉദ് ദുആ എന്ന സിഫത്തിന് ഇനി എന്താ അർത്ഥമുള്ളത്? എന്താ അർത്ഥമുള്ളത്? ഈ അബ്ദുറഹ്മാൻ സലഫി ഇവിടെ കൊറ്റപ്പുറത്ത് പ്രസംഗിച്ചപ്പോഴല്ലേ അന്ന് ഖുബൂരികളായ ആളുകൾ ചോദിച്ചത് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ആയത്തൊന്നിട്ട് ഖുറാഫികൾ പറഞ്ഞു ഖാലിഖീങ്ങൾ ധാരാളുണ്ട്. ഖാലിഖീങ്ങൾ ഏറ്റവും നല്ലോൻ അള്ളയാണല്ലോ എന്ന് പറഞ്ഞപ്പോ അപ്പൊ വേറെയും കുറെ ഖാലിഖുണ്ടെന്ന് കിട്ടിയില്ലേന്നാ. ആ സലഫിയെ അതിന് മറുപടി പറഞ്ഞ സലഫിയെ സ്റ്റേജിലെത്തിയിട്ടാണ് ഇപ്പൊ കായ്ക്കൊടി പറഞ്ഞത് ദുആ കേൾക്കാൻ മലക്കിനും കഴിയും, ദുആ കേൾക്കാൻ ജിന്നിനും കഴിയും. ബാഹ്യമായ വിളി കേൾക്കുമെന്നല്ല, അതിലാണ് തർക്കണ്ടോ? ഇപ്പൊ അങ്ങനെ പറഞ്ഞ ഒപ്പിക്ക ചില മനുഷ്യന്മാര് ആ ദുആ ആ വിളി കേൾക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാ എന്റെ ക്ലിപ്പിട്ട് പരിഹസിച്ചത്? എന്റെ ക്ലിപ്പിട്ട് എന്തിന് പരിഹസിച്ചു? അപ്പോഴാണ് ചോദ്യം വന്നത്. അല്ലാതെ കായക്കുരോട് മസാല ചോദിച്ച് പഠിക്കാൻ പോയതല്ലോ. എന്റെ ക്ലിപ്പിട്ട് പരിഹസിച്ചപ്പോഴാ ചോദിച്ചത്. എന്നാ ദുആ കേൾക്കുന്നതാണോ നിങ്ങളെ വിശ്വാസം? അതേ, ദുആ കേൾക്കുന്നത്. എന്നിട്ട് ചോദ്യകർത്താവ് വീണ്ടും ചോദ്യം ഉന്നയിച്ചു. കാരണം ചോദ്യകർത്താവ് നെട്ടിപ്പോയി ഈ മറുപടി കേട്ടപ്പോ. ഞാൻ ചോദിക്കാൻ പോയത് വേറെ ചോദ്യ, പക്ഷെ ഇത് ചോദിച്ചപ്പോ ഈ മറുപടി കിട്ടിയപ്പോ റബ്ബേ ഇത് നമ്മളെ പഴയ കായക്കൂടിനെ അല്ലേന്ന് അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഓൻ അടുത്ത ചോദ്യം ചോദിച്ചു. ഇതിന് ഉപചോദ്യം നിലയ്ക്ക് വീണ്ടും ഓൻ ചോദ്യം ഉന്നയിച്ചു. കേട്ടോളൂ നിങ്ങൾ. കേൾക്കും എന്നാണ് കായക്കോട് പറഞ്ഞുണ്ടെങ്കിൽ ഏതായത്താണ് മലക്കുകൾ ദുആ കേൾക്കും എന്നതിന് ബഹുമാനനായ കായക്കോട് ഓടാനുള്ളത്? അല്ലെങ്കിൽ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനനായ കായക്കോട് മലക്കുകൾ ദുആ കേൾക്കും എന്ന് പറഞ്ഞത്? ഒന്ന് വിശദീകരിക്കും. ആയത്തല്ലേ നേരത്തെ ഓതിയത്? എന്തൊരു കഷ്ടാണ് പഠിച്ചവനെ. ആ ആയത്ത് ഫൈസൽ മുസ്ലിയാർ ഓതിയത് ഇവിടെ കേൾപ്പിച്ചുകൊണ്ടാണ് നാസർ സുലൈമി അത് വിശദീകരിച്ചത്. അപ്പൊ കണ്ടു, ആയത്ത് നേരത്തെ തന്നെ ഓതിയിട്ടുണ്ട്. എന്തൊരു